Good morning, Namaskaram. Welcome to Ada 24/7 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് ദ ഹിന്ദു എഡിറ്റോറിയൽ ഓഫ് 25th December 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആൻഡ് വൊക്കാബ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താമസിപ്പിക്കേണ്ട, ഇച്ചിരി താമസിപ്പിച്ചു ഓൾറെഡി ഞാനല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെയിലി സെഷനാണിത് 9 AM to 10 AM മൺഡേ ടു ഫ്രൈഡേസിൽ. ആൻഡ് സാറ്റർഡേസിൽ നമുക്ക് ഹിന്ദു എഡിറ്റോറിയൽ വൊക്കാബ്സിൻ്റെ വീക്ക്ലി ക്വിസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം 9 o'clock ആണ്. ഇത് എല്ലാ എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്. നമ്മുടെ സെഷൻ ബാങ്കിങ് ആസ്പിറൻസിന്, UPSC ആസ്പിറൻസിന്, SSC ആസ്പിറൻസിന്, ESIC, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഏതും ആയിക്കോട്ടെ, KPSC എക്സാംസ്, എല്ലാ എക്സാംസിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി കൂട്ടാം, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് കൂട്ടാം, നിങ്ങളുടെ കോഴ്സ് ഡിവൈസ് ഉപയോഗിക്കുന്ന രീതികൾ, നിങ്ങൾക്ക് വൊക്കാബ് നിങ്ങൾക്ക് എൻട്രി ചെയ്തെടുക്കാം, കോംപ്രഹെൻസീവ് സ്കിൽസ്, റീഡിംഗ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സെഷൻ. ലെറ്റ് സ്റ്റാർട്ട്. 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ കോഴ്സുകൾക്കും നമ്മുടെ ബുക്കിനും ഒക്കെ. അപ്പോൾ എൻ്റെ കോഡ് മറക്കേണ്ട Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴി കയറി നമ്മുടെ കോഴ്സ്, അതുപോലെ നമ്മുടെ ടെസ്റ്റ് സീരീസും ബുക്സും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ കോഴ്സ് പരിചയപ്പെടുത്താം. ഡിഗ്രി ലെവൽ ബാച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. വരാൻ പോകുന്ന മാർച്ച് 1 തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6 മാസത്തെ കോഴ്സ്, ലോങ് ബാച്ച് ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി പുതിയ രീതിയായിരിക്കും. പുതിയ രീതിയിൽ പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്ത് വളരെ എന്താ പറയുക, അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എല്ലാം പഠിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിഗ്രി ലെവൽ കോഴ്സിൻ്റെ പ്രത്യേകത. ജൂലൈ മാസം വരെയാണ് ക്ലാസ് ഉണ്ടാവുക. മാർച്ചിൽ തുടങ്ങിയ ജൂലൈ മാസം വരെ. പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. SSCയുടെ ബാച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. CGL CHSL വേണ്ടിയാണ്. അപ്പോൾ ഒതുങ്ങിപ്പോവാതെ SSC പോലെയുള്ള ജോബുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യണം. ബിക്കോസ് ഇറ്റ് സെൻട്രൽ ഗവൺമെൻറ് ജോബ് അല്ലേ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 2 മാസത്തെ കോഴ്സാണ്. 3 ക്ലാസ്സുകൾ ഡെയിലി പോകുന്നുണ്ട് കേട്ടോ. കേറ്ററ്റിൻ്റെ കാറ്റഗറി 2 ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 5 തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 30 ദിവസത്തെ ക്രാഷ് ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത്, ഇറ്റ്സ് എ ക്വാളിഫയിങ് എക്സാം. അതുപോലെ തന്നെ നമ്മുടെ ESIC ബാച്ചും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. UDC MTSന് വേണ്ടിയുള്ള പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കോട്ട്, ഡു സംതിങ് ടുഡേ ദാറ്റ് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു ഫോർ. ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യണം. ആ ചെയ്യുന്ന കാര്യത്തെ ഒന്ന് ശരിക്കും ആലോചിച്ച് വയ്ക്കുക. ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടണം. നാളത്തെ ഞാൻ, ഇന്നത്തെ ഞാൻ വേറെ ഇതല്ലേ, എൻ്റെ ബിഹേവിയർ വേറെ ആയിരിക്കും, എൻ്റെ ചിന്താഗതി വേറെ ആയിരിക്കും, അതുപോലെ മൊത്തത്തിൽ മാറ്റം ഉണ്ടാവുമായിരിക്കും. നാളത്തെ ഞാൻ, ഫ്യൂച്ചറിലെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഞാൻ ചെയ്തത് നന്നായി എന്ന് സ്വന്തമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, തോളിത്തട്ടി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ? ഡു ദാറ്റ്, ഡു സംതിങ് ടുഡേ. അത് ഇന്ന് തന്നെ ചെയ്യുക. അത് വിട്ടുകളയരുത്. അങ്ങനെ ഒരു കാര്യം നാളെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഹാപ്പി ആവുമോ, അതിനെപ്പറ്റി ഭയങ്കര പ്രൗഡ് ആവുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നു കേട്ടോ. ഇഫ് യു വിൽ ബി താങ്ക്ഫുൾ ഫോർ സംതിങ് ദാറ്റ് യു ഡു ടുഡേ, അത് ഇന്ന് ചെയ്തിരിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാം എടുക്കുന്നതോറും ടെൻഷൻ കൂടുന്നുണ്ടല്ലേ? എന്തായാലേ, ഉയരം കൂടുന്നോറും പേടിക്കേണ്ട. ഉയരം കൂടുന്നത് ചായക്ക് സ്വാദ് കൂടുന്ന, ഉയരം കൂടുന്നതോറും നമ്മൾ അടുക്കുന്നതോറും നമുക്ക് അങ്ങനെ ഒരു ഇതൊക്കെ തോന്നും. നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. യു ലേണിംഗ് ആൻഡ് ലേണിംഗ് ആൻഡ് ലേണിംഗ്. ഇറ്റ്സ് എ പ്രോസസ്. പേടിക്കേണ്ട കേട്ടോ മാത്യു. ഇന്നത്തെ മാരത്തൺ 11 hours ശരിക്കും പറഞ്ഞാൽ. എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കാണ് 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോ ടീച്ചേഴ്സ് വന്ന് അങ്ങ് പോവാണ്. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആക്കുവാണ്. അപ്പോൾ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ഇരുന്ന് ആലോചിക്കും ഏതൊക്കെ ക്വസ്റ്റൻസ് എങ്ങനെ, അതൊന്ന് ഓടിച്ചു വിടാനുള്ളൊരു സമയമാണ് ഇന്ന് തരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് നാളെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനുള്ള സമയം കിട്ടും. ദാറ്റ്സ് വാട്ട് വി ഗോയിങ് ടുഡേ. ഇന്ന് 25 തീയതി. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. അപ്പോൾ ആർട്ടിക്കിൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇഡിയംസ്, അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് ഉണ്ടെങ്കിൽ ഫോറിൻ വേർഡ്സ്, എക്സ്പ്രഷൻസ്, ഫ്രേസൽ വേർബ്സ് ഒക്കെ. എന്നിട്ട് നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിംഗ് വേർഡ്സ് ഒക്കെ പോകും. എന്നിട്ട് ആർട്ടിക്കിൾ ഓഫ് ദ ഡേ സെലക്ട് ചെയ്ത ആർട്ടിക്കിൾ നോക്കും. എന്നിട്ട് നമ്മുടെ സ്പോട്ട് തര ക്വസ്റ്റൻ, ഇന്നത്തെ ഹോംവർക്ക് ആൻഡ് ദെൻ ഇന്നത്തെ ഹോംവർക്ക്. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ റഷ്യയുടെ പ്രശ്നത്തെക്കുറിച്ച്, റഷ്യയുടെ നാറ്റോ പ്രോബ്ലത്തെ പറ്റിയുള്ളതാണ്. അത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ പ്രോബ്ലം. ഒരു വോറിന് വരെ ചാൻസ് ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാര്യം ചിലപ്പോൾ റീഡിങ് കോംപ്രഹെൻഷനോ ചിലപ്പോൾ നമുക്ക് ഒരു രീതിയിൽ വന്നാൽ നമുക്ക് റഷ്യയെ പറ്റിയുള്ളൊരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു.
അപ്പോൾ കോൺഫ്ലിക്റ്റിനെ പറ്റിയൊക്കെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും റഷ്യ ഉക്രൈൻ ബോർഡർ പ്രശ്നത്തെ പറ്റി നിങ്ങൾക്ക് എഴുതാം ആസ് എൻ എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഇന്ന് കിട്ടും, നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ അടുത്തത് നമുക്കുള്ളത് പിന്നെ നമ്മുടെ നവാബ് മാലിക്, നമ്മുടെ മഹാരാഷ്ട്രയുടെ മിനിസ്റ്റർ ആയിരുന്നു അല്ലേ. പുള്ളിക്കാരന് നമ്മുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ എന്തോ ഒരു കോൺഗ്രസ് വിങ്ങിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ പുള്ളിക്കാരനെതിരെ കേസൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിലേറ്റഡ് കാര്യങ്ങൾ വരും. ഒരുപാട് പൊളിറ്റിക്കൽ കോണറ്റേഷൻസ് ഒക്കെ വരുന്ന, നാർക്കോട്ടിക്സിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. അതും നിങ്ങളൊന്ന് വായിക്കണം ഫോർ യുവർ നോളജ് എങ്കിലും. പക്ഷേ നമുക്ക് നാറ്റോ റഷ്യ വിട്ടുകളയാൻ പറ്റില്ല. സോ ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടുഡേ. അതാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ എൻ്റെ പേരെന്താ, നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സിലോട്ട് പോകും. ആദ്യം തന്നെ ആദ്യത്തെ സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ ഇന്ന്, അധികമൊന്നുമില്ല. ഫ്രേസസും ഇഡിയംസും ഒന്നും. റിപ്പിൾ എഫക്റ്റ് നമ്മൾ ഓൾറെഡി റഷ്യയെ പറ്റി എപ്പോൾ പറയുമ്പോഴും റിപ്പിൾ എഫക്റ്റ് എന്ന് പറയാം. എന്താ ഒരു റിപ്പിൾ എഫക്റ്റ്? നമുക്ക് ഓളം തന്നെ നമ്മൾ ഒരു കല്ലെടുത്ത് നമ്മൾ പുഴയിലോട്ട് ഏതെങ്കിലും വാട്ടർ ബോഡിയിലോട്ട് എറിയുമ്പോൾ നിങ്ങൾക്കറിയാം അത് റിപ്പിൾ ചെയ്ത് പോകും. ഓളം തല്ലി അങ്ങ് പോകും. സോ വാട്ട് ഈസ് റിപ്പിൾ എഫക്ട്? എ സീരീസ് കോൺസിക്വൻസസ് വൺ ബൈ വൺ. ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിൻ്റെ അനന്തരഫലമായിട്ട് ഒരു സീരീസ് ഓഫ് കോൺസിക്വൻസസ് വരും. ഒന്നല്ല, കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുക, വൺ ബൈ വൺ, ഒന്നിടവിട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് റിപ്പിൾ എഫക്റ്റ് എന്ന് നമുക്കറിയാം. ഇറ്റ്സ് എൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇത് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ലിറ്ററലി റിപ്പിൾ എഫക്റ്റ് അല്ല. ഓളം തല്ലി ഒരു ആഫ്റ്റർ മാത്ത് വരികയാണ്, അല്ലെങ്കിൽ റെപ്പർക്കഷൻസ് വരികയാണ്, കോൺസിക്വൻസസ് വരികയാണ് വൺ ബൈ വൺ എങ്കിൽ അതന്നെയാണ് റിപ്പിൾ എഫക്റ്റ് നമ്മൾ പറയാം കേട്ടോ. ഓക്കെ, സത്യം. അതെ മാത്യു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യെസ് കൊള്ളാം. അടിപൊളി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. കട്ട് ഓഫിന്റെ മീനിങ് എന്താ? കട്ട് ഓഫ് നമ്മുടെ എക്സാം കട്ട് ഓഫ് അല്ല കേട്ടോ, അത് ഒറ്റ വാക്കാണ്, വൺ വേർഡ് ആണ്, അല്ലെങ്കിൽ ഹൈഫനേറ്റഡ് വാക്കാണ് കട്ട് ഓഫ് എന്ന് പറയാൻ. പക്ഷേ കട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രേസൽ വേർബാണ്. സ്റ്റോപ്പ് അബ്രപ്റ്റ്ലി, എവിടെ ഇല്ലാതെ പെട്ടെന്ന് നിർത്തിക്കളയാണ്. മനസ്സിലായോ? ഒന്നും മിണ്ടും മറിച്ചിലൊന്നുമില്ല, പെട്ടെന്നൊരു കാര്യം നിർത്തുക, അബ്രപ്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തിവിടുക, ഒരു ഇതുമില്ല. അപ്പോൾ ഒരു മുന്നറിയിപ്പ് തരാതെ, അല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് സഡനായിട്ട് നമ്മളൊരു കാര്യം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് കട്ട് ഓഫ്. കട്ട് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റോപ്പ് ചെയ്യാനാണ് കേട്ടോ. അടുത്തത് റൂൾ ഔട്ട് ചെയ്യാം. രണ്ട് ആർട്ടിക്കിൾ ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്, അത് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞു. വാട്ട് ഈസ് റൂൾ ഔട്ട്? എക്സ്ക്ലൂഡ് സംബഡി ഓർ സംതിങ് ആസ് എ പോസിബിലിറ്റി. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മുടെ കമ്പനിയിലോട്ട് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ ബോസ് പറയാണ് ഹി റൂൾഡ് ഔട്ട് മൈ ഐഡിയ. എന്നൊരു നല്ലൊരു ഇത് പറഞ്ഞപ്പോൾ പുള്ളി അത് ആ പോസിബിലിറ്റി അങ്ങ് ഇല്ലാണ്ടാക്കി. ഹി എക്സ്ക്ലൂഡഡ് ഇറ്റ്, ഹി എലിമിനേറ്റഡ് ഇറ്റ്. അതാണെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ ഐഡിയ മാത്രമല്ല, എന്നെ റൂൾ ഔട്ട് ചെയ്യുക, ഒരാളെ റൂൾ ഔട്ട് ചെയ്യാന്നും പറയട്ടോ നമുക്ക്. ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ക്ലൂഡിങ് സംബഡി ഓർ എലിമിനേറ്റിംഗ് സംബഡി ആസ് എ പോസിബിലിറ്റി. ഇവനെ വേണ്ട, ഇവന് നമുക്ക് വലിയ പോസിബിലിറ്റി ഒന്നുമില്ല, ഇവനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിക്കളയുന്നു, തള്ളിക്കളയാണെങ്കിൽ ദാറ്റ് ഇസ് റൂൾ ഔട്ട്. ഓക്കെ, അടുത്താണ് കം ടു ഫോഴ്സ്. നിങ്ങൾക്കറിയാം കം ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരിക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. കം ടു ഫോഴ്സ്, എൻറ്റർ ഇൻ ടു ഫോഴ്സ്, അല്ലെങ്കിൽ കം ടു ഫോഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ അർത്ഥം കം ഇൻ ടു ഇഫക്റ്റ്, ഇഫക്റ്റിലോട്ട് വരിക, പ്രാബല്യത്തിലോട്ട് വരിക, ഇൻ ടു ഓപ്പറേഷൻ. ദാറ്റ്സ് വാട്ട് കം ടു ഫോഴ്സ് മീൻസ്. അറിയാലോ, വളരെ സിമ്പിളായ ഒരു ക്ലിയർ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. നമ്മുടെ സിനോണിംസ് ആന്റണിംസിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സിനോണിംസ് ആന്റണിംസ്. പിടിച്ചോ, ആദ്യത്തെ വാക്ക് ഇൻകേർഷൻ. എന്താണ് ഇൻകേർഷൻ? ഇൻകേർഷൻ മീൻസ് അറ്റാക്ക്, റെയ്ഡ്, ഇൻവേഷൻ, ഇൻട്രൂഷൻ. ഇൻട്രൂഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൈയടത്തുക, ഇടപെടുക അല്ലെ, കയറി ഇടപെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യു ആർ ഡിസ്റ്റർബിങ് ദാറ്റ് പേഴ്സൺ അല്ലെ. അപ്പോൾ ഇൻകേർഷൻ എന്ന് പറഞ്ഞ റഷ്യയെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റാക്ക്, അല്ലെങ്കിൽ റെയ്ഡ്, അല്ലെങ്കിൽ ഇൻവേഷൻ, അല്ലെങ്കിൽ ഇൻട്രൂഷൻ, അതിനെയാണ് ഇൻകേർഷൻ എന്ന് നമ്മൾ പറയാം. നൗണാണ് ഇൻകേർഷൻ. അടുത്ത വാക്ക് വാവ്. വാവ് ആണ്. വാവ്, വാവ് അല്ല, അടിപൊളി, വാവ്, അതെ വാ, ആ സംഭവം അല്ല കേട്ടോ. അത് WO ആണ്. അത് മീനിങ് ഒന്നുമില്ലാത്ത ഒരു ഇന്റർജെക്ഷൻ ആണ് അല്ലെ. മീനിങ് ഒന്നും ഇല്ലാത്ത ഇന്റർജെക്ഷൻ ആണ്, നമ്മൾ ആശ്ചര്യത്തോടെ പറയുന്ന അല്ലെ ഒരു ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻസ് ആർ റിയലി മീനിങ്ലെസ് വേർഡ്സ്, മീനിങ് ഒന്നും ഇല്ലാത്ത വേർഡ്സ്, ജസ്റ്റ് എക്സ്പ്രഷൻസ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർജെക്ഷൻസ് എന്ന് വിളിക്കുക. അതാണ് വാവ്. ഇത് വാവ് അല്ല, ഇറ്റ്സ് വവ്. വവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാവ് എന്ന് പറഞ്ഞാൽ മൂവിയുണ്ട്, ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് വാവ് എന്ന് പറഞ്ഞത്. വാവ് മീൻസ് പ്രോമിസ്, പ്ലഡ്ജ്, അല്ലെങ്കിൽ നമ്മൾ പറയും സ്വെയർ ചെയ്യുക, പ്രോമിസ് ചെയ്യുക. ഈ പ്ലഡ്ജ് ചെയ്യുക, പ്രോമിസ് ചെയ്യുക, അതൊക്കെ വേർബ് തന്നെ. അപ്പോൾ പ്രോമിസ് ആൻഡ് പ്ലഡ്ജ് നൗണാണ്, അത് അതുപോലെ തന്നെ വേർബുമാണ്. അപ്പോൾ നമുക്ക് പ്രോമിസ് ചെയ്യുക, പ്ലഡ്ജ് ചെയ്യുക,
അല്ലേ? പ്രോമിസ് ചെയ്യുക, അഷ്വർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞൂടെ? ഐ അഷ്വർ യു, ഞാൻ ഉറപ്പ് തരുവാണ്, ഐ അഷ്വർ യു, അല്ലെ? പ്ലഡ്ജ് ചെയ്യുക എന്നൊക്കെ വേർബ് പറയാം. ദാറ്റ് ഇസ് verb. ഓക്കെ, അടുത്തത് ഓവർലേ. ഓവർലേ എന്ന് പറഞ്ഞാൽ കവർ അല്ലെങ്കിൽ നൗണായിട്ട് ഉപയോഗിക്കും, വേർബായിട്ട് ഉപയോഗിക്കും. സോ കവർ ചെയ്യുക അല്ലെങ്കിൽ വെയിൽ ചെയ്യുക എന്നുള്ളത് വേർബ്. നൗണായിട്ട് വരുമ്പോൾ സർഫസ്, വെനീർ ഓർ കാർപ്പറ്റ്, നമ്മളങ്ങനെ ഇടുന്ന സംഭവമില്ല, അതിനെയാണ് ഓവർലേ എന്ന് പറയാം. അടുത്തത് ബാക്ക്ലാഷ്. നിങ്ങൾക്കറിയാം ബാക്ക്ലാഷ് എന്ന് പറഞ്ഞാൽ അതൊരു തിരിച്ചടി ആയിപ്പോയി, അതൊരു തിരിച്ചടി. നമ്മുടെ മലയാളത്തിൽ പറയും നമ്മൾ തിരിച്ചടി ആയിപ്പോയി. ദാറ്റ് ഇസ് ബാക്ക്ലാഷ്. റിപ്പർക്കഷൻ, റിസെൻമെന്റ്, റെസ്പോൺസ്. എന്തെങ്കിലും ഒരു റെസ്പോൺസ്, നമ്മളൊരാളെ സ്റ്റിമുലസിന് റെസ്പോൺസ് നമുക്ക് കിട്ടൂലേ? നമ്മൾ കൊടുക്കുന്ന ഒരുത്തന്നിട്ട് ഒരു അടി കൊടുത്താൽ തിരിച്ച് രണ്ടടി നമുക്ക് തരും എന്ന് പറയും അല്ലേ? അതെന്താ? അത് നമ്മുടെ റെസ്പോൺസ് ആണ്, നമ്മൾ കൊടുത്ത സ്റ്റിമുലസിന്റെ റെസ്പോൺസ് ആണ്, റിയാക്ഷൻ ആണ് എന്ന് പറയില്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. റിയാക്ഷൻ, ബാക്ക്ലാഷ് മീൻസ് റിയാക്ഷൻ, റിപ്പർക്കഷൻ, കോൺസിക്വൻസ്, ഔട്ട്കം, ആഫ്റ്റർമാത്ത് എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. റിയാക്ഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അല്ലെ? സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. റിസെൻമെന്റ് എന്ന് വെച്ചൊരു നെഗറ്റീവ് മീനിങ് നമ്മൾ ബാക്ക്ലാഷ് നമ്മൾ പറയാണ്, അതൊരു റിസെൻമെന്റ്, അതിന്റെ ബലമായിട്ട് വന്നൊരു ബിറ്റർനെസ്, ഇറിറ്റേഷൻ, ദാറ്റ് ഇസ് റിസെന്റ്മെന്റ്. ഇന്ന് നമ്മൾ റിസെന്റ്മെന്റ് നോക്കിയാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. ദാറ്റ് ഇസ് ബാക്ക്ലാഷ്. പിന്നെ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് സെസേഷൻ, എൻഡ് ചെയ്ത് കളയാണ്. സെസേഷൻ, ഒരു കാര്യത്തിൽ നമ്മൾ എൻഡ് ചെയ്തുള്ള, എൻഡ് അല്ലേ സെസേഷൻ, നിർത്തിക്കളെ, സെസ് അല്ലെ? സീസ്, സെസേഷൻ, സീസിന്റെ വേർബ് അറിയാലോ. സീസ് എന്ന വേർബിന്റെ നോൺ ഫോർമുലേഷൻ ആണ് സെസേഷൻ. സീസിയ, എൻഡിയ അല്ലെ? അതിന്റെ നോൺ ഫോർമുലേഷൻ ആണ് സെസേഷൻ. എൻഡ് നൗണും ഉണ്ട് വേർബും ഉണ്ട്. ഡെക്കഡൻസ്, അതായത് എക്സ്ട്രീം ആയിട്ട് ഒരുപാട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരുപാട് പ്ലഷറിൽ ഏർപ്പെടുക. സെക്ഷൽ പ്ലഷർ ആയിരിക്കാം, ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, അങ്ങനെയുള്ള എല്ലാ പ്ലഷറിലും ഏർപ്പെടുന്നതിനാണ് ഡെക്കഡൻസ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഡിസിപ്പേഷൻ എന്ന് പറയും. അതും ഡെസൊല്യൂഷൻ എന്ന വാക്കിന്റെ മീനിങ് ആണ്. ഡെക്കഡൻസ്, ഡിസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള പ്ലഷർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ, അതായത് നമ്മൾ പറയും അടിച്ചു പൊളിച്ച് ആത്മാർത്ഥിച്ച് നടക്കുകയാണ് അവൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ സംഭവത്തിന് നമ്മൾ പറയും ആ അടിച്ചുപൊളി എക്സ്ട്രീം സെൻസിലാണെങ്കിൽ യു കെൻ സേ ഡെക്കഡൻസ് അല്ലെങ്കിൽ ഡിസിപ്പേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലൗകികമായ അല്ലെ പറയും, ലൗകികമായ സുഖസമൃദ്ധിയിൽ മുഴുകുന്നു എന്നൊക്കെ പറയും ഡെക്കഡൻസ് അല്ലെങ്കിൽ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെറ്റ്. എല്ലാം കേട്ട് പരിചയമുള്ളതാണെന്ന് വിശ്വസിക്കണം. A few people in this generation support incursion and others ruled out it അല്ല, അങ്ങനെ കൊടുക്കണം. others ruled it out, അത് റൂൾ ഔട്ട് ചെയ്യുന്നു കേട്ടോ. ഹരി, ruled it out. ഓക്കെ, അടുത്തത് while the Russian invasion started, the repercussions are all in the energy and oil price. Yes. Hope the Russian incursion on Ukraine won't have a ripple effect all over the world. Yes, let's hope so. നല്ല കാര്യം ഒരു വലിയ വോറിലോട്ട് അവസാനിക്കാതിരിക്കുന്നത് നല്ലത്. വയലൻസ് ഓർ വാർ വിൽ നോട്ട് ഗിവ് എനിത്തിങ്, ഒരു റിസൾട്ട് കൊണ്ടുവരാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സംഭവമാണ്. കാര്യം ഒരുപാട് നഷ്ടങ്ങൾ എല്ലാവർക്കും വരും അല്ലേ? എന്താണ്? ഹായ് ഷീന, ഗുഡ് മോർണിംഗ്. ഓൾ ഓവർ ദ വേൾഡ് വാസ് ഷോക്ക്ഡ് ബൈ റഷ്യൻ ഇൻകേർഷൻ. ഓൾ ഓവർ ദ വേൾഡ് വാസ് ഷോക്ക്ഡ്. യെസ്, കറക്റ്റ്. അപ്പോൾ അടുത്തോട്ട് പോവാം. ഇൻട്രാക്റ്റബിലിറ്റി. എന്താണ് ഇൻട്രാക്റ്റബിലിറ്റി? ഇൻട്രാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും? അൺറൂളി, വിൽഫുൾ, ഒബ്ഡുറേറ്റ് അല്ലെങ്കിൽ അഡമന്റ് എന്നൊക്കെ പറയും. ഇവനെ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, ഇവനെ കൊണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. എന്തൊരു സ്വഭാവം അല്ലേ നമുക്ക്. യു കനോട്ട് ഹാൻഡിൽ എ പേഴ്സൺ, യു കനോട്ട് ഡീൽ വിത്ത് എ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ യു വിൽ സേ ദാറ്റ് പേഴ്സൺ ഇസ് ഇൻട്രാക്റ്റബിൾ. ഇൻട്രാക്റ്റബിൾ ആയ ഒരു മനുഷ്യനാണ് ഇങ്ങനെ, ഇടപെടാൻ കൊള്ളില്ല എന്ന് പറയും. ഇൻട്രാക്റ്റബിൾ, യു കനോട്ട് ഡീൽ വിത്ത് ദാറ്റ് പേഴ്സൺ, യു കനോട്ട് ഹാൻഡിൽ ദാറ്റ് പേഴ്സൺ. ദാറ്റ് ഇസ് അഡ്ജക്റ്റീവ് കേട്ടോ. അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് ഇൻട്രാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാലോ അൺറൂളിനെസ്, വല്ലാത്തൊരു സ്വഭാവം, ഒരു മൊരട്ട് സ്വഭാവം നമ്മൾ പറയില്ല മലയാളത്തിൽ, അസാൽ. അല്ലെങ്കിൽ വിൽഫുൾനെസ്, വല്ലാത്തൊരു സ്വഭാവമാണ്, അതാണ്. പിന്നെ ഒബ്ഡുറേറ്റ് എന്ന വാക്കിന്റെ ഒബ്ഡുറസി അല്ലെങ്കിൽ അഡമൻസ്, ഭയങ്കര പിടിവാദമുള്ളൊരു സ്വഭാവമാണെന്ന് വെച്ചാൽ പിടിവാശി, അഡമൻസ്. അതിനെയാണ് നമ്മൾ പറയാം ഈ സംഭവം എന്താണ് ഇൻട്രാക്റ്റബിലിറ്റി എന്ന് പറയാട്ടോ. ഓർത്ത് വെച്ചോണേ. ദ ഇൻകർഷൻ മെയ്ഡ് ബൈ റഷ്യ ഈസ് ഡെഫിനറ്റ്ലി എ ത്രെറ്റ് ടു പീസ് ആൻഡ് the whole world is facing its backlash. Yes, Russia's incursion on Ukraine is pathetic. Yes. Okay, അടുത്താണ് പാൽപ്പബിൾ. നമ്മൾ പാൽപ്പബിൾ പറഞ്ഞിട്ടുണ്ട്. പാൽപ്പബിൾ എന്ന് പറഞ്ഞാൽ എവിഡന്റ് ആണ്, കാണാൻ മാത്രം ഉണ്ട്. പെർസെപ്റ്റബിൾ, നോട്ടിസബിൾ,
വിസിബിൾ, എവിഡന്റ്, ഇറ്റ് ഈസ് പാൽപ്പബിൾ. ഇപ്പോൾ നമ്മൾ പറയാണ് റഷ്യയുടെ പ്രശ്നങ്ങൾ ഈസ് പാൽപ്പബിൾ, അത് എവിഡന്റാ, നമുക്ക് എന്നും കാണാം. കാരണം എന്നും ന്യൂസിൽ ഇറ്റ്സ് എവിഡന്റ്, ഇറ്റ്സ് പെർസെപ്റ്റബിൾ, ഇറ്റ്സ് നോട്ടീസിബിൾ, വിസിബിൾ എന്നുള്ളതൊക്കെ പറയും. പാൽപ്പബിൾ. അടുത്താണ് പെൻഡന്റ്. പെൻഡന്റ് അല്ലേ, പെൻഡന്റ് നമ്മൾ പറയില്ലേ, നമ്മുടെ പെൻഡന്റ് എന്ന് പറഞ്ഞാൽ മാലയിലൊക്കെ നമ്മളിടുന്ന ഈ സംഭവം എന്താ പറയാ, അതാണ് പെൻഡന്റ്. മനസ്സിലായില്ലേ? പെൻഡന്റ് ഇസ് ഡിഫറെന്റ്. പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക്, ലൈക്കിംഗ്, ഇഷ്ടം, ഫോൺനെസ്. എന്താണെന്നറിയില്ല എല്ലാവർക്കും, എവറി പേഴ്സൺ ഹാസ് എ പെൻഡന്റ് ടുവേർഡ്സ് മീ. എന്താണെന്നറിയില്ല എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. ദാറ്റ് ഇസ് പെൻഡന്റ്. പറയാറില്ലേ? എന്താണെന്നറിയില്ല, നമ്മൾ നിവിൻ പോളി പറയുന്ന ഡയലോഗ് എന്താണെന്നറിയില്ല എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. സോ പെൻഡന്റ് മീൻസ് ലൈക്കിംഗ്. ആ പെൻഡന്റ് പറയുമ്പോൾ നിവിൻ പോളി ഓർത്തോണം, എന്താണെന്നറിയില്ല എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. സോ പെൻഡന്റ് ഇസ് ഇഷ്ടം, ലൈക്കിംഗ്. ഫോൺനെസ്, പ്രിഫറൻസ്, എല്ലാവർക്കും ഒരു പ്രിഫർ ചെയ്യുന്നതാണ് എന്നെ, എന്താ അറിയില്ല, പ്രിഫറൻസ്. പ്രൊക്ലൈവിറ്റി, ഒരു താല്പര്യം, അതിനോടുള്ളൊരു ചായ്വ് അല്ലെ. പ്രൊക്ലൈവിറ്റി, പ്രിഫറൻസ്, ഫോൺനെസ്, ലൈക്കിംഗ്, അതാണ് പെൻഡന്റ്. പെൻഡന്റ്, ലോക്കറ്റ്, അത് തന്നെ പെൻഡന്റ് മാറിപ്പോയത്. പെൻഡന്റ് അറിയാലോ, ലോക്കറ്റ് അത് തന്നെ. താങ്ക് യു അശ്വിനെ, താങ്ക് യു. സോ അടുത്ത ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേർഷൻ, ടേൺ, ഒരു ഡിഫ്ലക്ഷൻ, ഒരു ഡ്രിഫ്റ്റ്, അതിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലക്ട് ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഡിഫ്ലക്ട് എന്ന ഇതിന്റെ നൗണാണ് ഡിഫ്ലക്ഷൻ. അടുത്താണ് സ്ക്രൂട്ടിനി. നമുക്കറിയാം സ്ക്രൂട്ടിനി മീൻസ് ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, എക്സാമിനേഷൻ, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അല്ലേ, അതാണ്. സർവേ, സ്കാൻ, അതൊക്കെയാണ് സ്ക്രൂട്ടിനി എന്ന് പറയാം അല്ലേ. അപ്പോൾ സ്ക്രൂട്ടിനി നമ്മൾ കേട്ട് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ്, സ്ഥിരമായിരുന്നു സ്ക്രൂട്ടിനി. സോ ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ വിത്ത് യു as well. Incursion from China at Galvan killed many Indian soldiers. Yes. Thinking about the dissolution which is going to come after I crack HA makes me study hard. Great, that's great. Pungent, perfume ഉണ്ട്. അതെ ഉണ്ട് ശരിയാ. Yeah, thank you Simi, thank you. Some countries remains unallow. Ardi countries plural, remains വരുമോ, remain. Some countries plural subject in a plural verb. Some countries remain silent, not remain silent because of the intractability of Mr. Putin. Yes it is. Hi Trima, good morning. Intractable nature of Vladimir Putin to make Soviet Union leads to the attacks on Ukraine. Yes. The incursion into a person's privacy should not be encouraged. Yes. Oh, മലയാളം ഉണ്ടല്ലോ അതിന്. ഓക്കെ ശരി ഷീന, താങ്ക് യു. അയ്യോ അത് ലാലേട്ടൻ ഡയലോഗ് അല്ലേ, സോറി മാറിപ്പോയി, സോറി. നിവിൻ പോളി അല്ല, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് നിവിൻ പോളി എന്നാ വന്നേ, അത് ലാലേട്ടൻ. ഞാൻ അത് ആദ്യം ലാലേട്ടൻ എൻ്റെ മനസ്സിലോട്ട് വന്ന്, പക്ഷെ ആളുടെ രൂപം ലാലേട്ടനും ഇതാ വന്നത്, സോറി കേട്ടോ. എന്തോന്നറിയില്ല, എല്ലാവർക്കും വലിയ ഇഷ്ടം ലാലേട്ടൻ ഡയലോഗാ. സോറി, മോഹൻലാലിന്റെ ഡയലോഗാണേ. പെഞ്ചിന്റെ പറയും മോഹൻലാലിനെ ഓർത്തോണം കേട്ടോ, നിവിൻ പോളിനെ അല്ല. ഓക്കെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു സിമി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും കൊള്ളാം അല്ലേ, കൊള്ളാം. റഷ്യ assured that the incursion won't kill human at Ukraine. ഓക്കെ, റഷ്യ, അത് കൊള്ളാം. Russian president vowed PM Narendra Modi for the safe reparation of Indians from Ukraine. Yes. അപ്പോൾ അടുത്തോട്ട് പോവാം. നെക്സ്റ്റ്, ostensibly. നമ്മൾ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടുന്ന ഒസ്റ്റൻസിബിൾ എന്ന വാക്ക് അഡ്ജക്റ്റീവ്, അതിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ ഒസ്റ്റൻസിബിളി എന്ന് അഡ്വേർബ് കിട്ടും. അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവൈ ഇട്ടാൽ അഡ്വേർബ് കിട്ടും. ഒസ്റ്റൻസിബിളി മീൻസ് സീമിംഗ്ലി, അപ്പാരൻ്റ്ലി, ഔട്ട്വേർഡ്ലി, സപ്പോസിഡ്ലി അല്ലേ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ വാക്കാണ് സപ്പോസിഡ്ലി. അപ്പാരൻ്റ് ആണ് അല്ലേ, അപ്പാരൻ്റ് ആണ്. പുറമേ നോക്കുമ്പോൾ അപ്പാരൻ്റ്ലി, സീമിംഗ്ലി, കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അല്ലേ. വെൻ യു ലുക്ക് അറ്റ് ദാറ്റ് നമുക്ക് അങ്ങനെ തോന്നുന്നു. അപ്പാരൻ്റ്ലി, സീമിംഗ്ലി, അല്ലെങ്കിൽ ഔട്ട്വേർഡ്ലി പുറത്താണ്, നമുക്കറിയില്ല. അങ്ങനെയാണ് പറയപ്പെടുന്നത്. സപ്പോസിഡ്ലി അങ്ങനെയാണ് വെപ്പ് അല്ലേ, സപ്പോസിഡ്ലി, അല്ലെങ്കിൽ പെർപ്പറ്റഡ്ലി അത് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, അലജിഡ്ലി അല്ലേ, അലജിഡ്ലി അങ്ങനെയാണ് അലജ് ചെയ്യപ്പെടുന്നത് അല്ലേ. അതങ്ങനെ വെപ്പ് ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. അലജിഡ്ലി ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഉറപ്പായിട്ട് അറിയില്ല, അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ വി സേ ostensibly. അപ്പാരൻ്റ്ലി, സീമിംഗ്ലി, ഔട്ട്വേർഡ്ലി, പെർപ്പറ്റഡ്ലി, അല്ലെങ്കിൽ സപ്പോസിഡ്ലി, അലജിഡ്ലി എന്നൊക്കെയാണ് നമ്മുടെ ostensibly എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിനെല്ലാം എൽവൈ മാറ്റിയാൽ നിങ്ങൾക്ക് നൗണും അഡ്ജക്റ്റീവും കിട്ടുവേ. ഔട്ട്വേർഡ്, സീമിംഗ്, അപ്പാരന്റ്, അലജ്ഡ്, സപ്പോസ്ഡ്, പെർപ്പർട്ട് എന്നുള്ളത്. ഓക്കെ, സോ അടുത്ത ഡിസീസ്ഡ്. മാറിപ്പോരുന്ന ഡിസീസ്. ഒരുപാട് എക്സാം സമയത്തൊക്കെ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് മനുഷ്യനൊക്കെ തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഡിസീസ്. ഡിസീസ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസുഖം, ഇല്ല. ഡിസീസ്
ഹീസ് ഡിസീസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ വേർബായിട്ട് ഉപയോഗിക്കും ഇല്ല അല്ലേ. അപ്പോൾ ഇൽനെസ്, അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൽനെസ് അല്ലേ, വയ്യായിക, നോട്ട് വെൽ എന്നുള്ള അവസ്ഥ. നോ ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഡിസീസ്ഡ് പറഞ്ഞാലും രോഗാവസ്ഥയിലേക്ക് ഈസ് നോട്ട് വെൽ എന്നർത്ഥം, ഹീസ് ഡിസീസ്ഡ് എന്ന് പറയും. പക്ഷെ ഈ ഡിസീസ്ഡ് ആണെങ്കിലോ എസ് മാറി സി വരികയാണെങ്കിൽ, ഇവിടെ ഓർത്താൽ മതി, എസ് മാറി സി വരികയാണെങ്കിൽ ഹീസ് ഡിസീസ് മീൻസ് ഹിസ് ഡെഡ്, ഹീസ് ഡിപ്പാർട്ടഡ്, ഹീസ് ഗോൺ, ഹീസ് എക്സ്പയർഡ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, അതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് നമ്മൾ ഫോർമൽ യൂസേജിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് പറയുന്ന ഒരു യൂസേജ് ഉണ്ട്, ലേറ്റ്. ലേറ്റ് ഹസ്ബൻഡ് ലേറ്റ് എന്നൊക്കെ പറയില്ലേ, ലേറ്റ് ലേറ്റ്. ബട്ട് ആ ലേറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിപ്പോയി ലേറ്റ് അല്ല, മരിച്ചുപോയി ലേറ്റ്, ഡെഡ്, ഡിപ്പാർട്ടഡ്, ഗോൺ, എക്സ്പയർഡ്, ലേറ്റ്. അടുത്താണ് സ്ലഗ് ഫെസ്റ്റ്. സ്ലഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിസ്റ്റ് ഫൈറ്റ്, ഡോഗ് ഫൈറ്റ്. നമ്മൾ പറയില്ലേ നായ്ക്കൾ കടി കൂടുന്നില്ല, കടി കൂടാതെ, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഇൻഫോർമലായിട്ട് ചുമ്മാ അടി പിടി എന്നൊക്കെ പറയില്ലേ, ബഹളം, പാർട്ടിക്കിടയിലെ ഫിസ്റ്റ് ഫൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഈ പറഞ്ഞ സ്ലഗ് ഫെസ്റ്റ് എന്ന് പറയാം കേട്ടോ. സ്ലഗ് ഫെസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞത് വളരെ ഇൻഫോർമൽ ആയിട്ട് സ്ലഗ് ഫെസ്റ്റ് എന്നൊരു യൂസേജ് ഉപയോഗിക്കുള്ളൂ, നമ്മൾ ഫോർമലായിട്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ അമേരിക്കൻ ഇതിലൊക്കെ പറയാം, നോർത്ത് അമേരിക്കൻകാരാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുക. അതായത് ഭയങ്കര ഒരു എന്താ പറയുക കോൺടെസ്റ്റ്, വളരെ ടഫായിട്ടുള്ള കോൺടെസ്റ്റ് ആണ്. എസ്പെഷ്യലി അവരുടെ ബേസ്ബോൾ, ബോക്സിങ്ങിലൊക്കെ അവർ ഉപയോഗിക്കുന്ന യൂസേജ് അല്ലേ, അതിനാണ്. ദാറ്റ്സ് എ മീനിങ് ഓഫ് ദിസ്. അപ്പോൾ ഒരു ഫൈറ്റ് നോർത്താൽ മതി, ബ്രോൾ, ടസിൽ, ബാറ്റിൽ, ഫൈറ്റ്, അതാണ് ഈ പറഞ്ഞ സ്ലഗ് ഫെസ്റ്റ് എന്ന വാക്കിന്. അടുത്ത വാക്ക് കോളിഷൻ. നമുക്കറിയാം കോളിഷൻ ഗവൺമെന്റിനെ പറ്റി നമുക്ക് ഒരുപാട് അറിയാം. അപ്പോൾ കോളിഷൻ എന്ന് മീൻസ് അലയൻസ്, യൂണിയൻ, പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അടുത്താണ് ഡ്രക്കോണിയൻ. വാട്ട് ഈസ് ഡ്രക്കോണിയൻ? പുതിയ വാക്കാണ് ഡ്രക്കോണിയൻ. ഡ്രക്കോണിയൻ മീൻസ് ഹാഷ്, വളരെ കഠിനമായ, സിവിയർ, സ്ട്രിക്റ്റ്, എക്സ്ട്രീം. ഡ്രക്കോണിയൻ മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓർത്താൽ മതി, എക്സ്ട്രീം മെഷേഴ്സ്, സിവിയർ മെഷേഴ്സ്, സ്ട്രിക്റ്റ് മെഷേഴ്സ്, ഹാഷ് മെഷേഴ്സ്, ദാറ്റ് ഈസ് ഡ്രക്കോണിയൻ. മറക്കണ്ട കേട്ടോ, ഡ്രക്കോണിയൻ. ഡ്രക്കോണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡ്രാക്കുളയൊക്കെ ഓർത്താൽ മതി, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, അടുത്ത് നോക്കട്ടെ. Vladimir Putin's intractability will cause a catastrophe to the Ukrainians. Yes. There's a palpable improvement in his health. Yes. അത് ശരിയാണ് കേട്ടോ, ആ കാര്യം അറിയാലോ സുവർണ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഗുണ എല്ലാവരും ഓർക്കണേ, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ പോകുന്ന പിള്ളേർ, ഇന്നാള് ഞാൻ പറഞ്ഞ പോലെ ഗോണ, ഗോയിങ് ടുവിന്റെ ഷോർട്ടാ, ഇന്നാളെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, നമ്മുടെ എഡിറ്റോറിയൽ തന്നെ പറഞ്ഞിരുന്നു. ഗോയിങ് ടുന് ഗോണ, വോണ, വോണ്ട് ടു, ഇതുപോലെ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലെമ്മി, ലെമ്മി, ഇതൊക്കെ ഷോർട്ട് ഫോംസാ. നമ്മുടെ ഷോർട്ട് ഫോംസ് അല്ല, ഇൻഫോർമൽ യൂസേജ് ആണ്. നമ്മൾ ലെറ്റ് മീ, വോണ്ട് ടു, ഗോണ, ഡോണ, ഡോണ്ട് നോ എന്ന് പറയുന്നത് നമ്മൾ പറയും ഡോണ. പിന്നെ നമ്മൾ പറയാറുണ്ട്, അങ്ങനെ നമ്മൾ ഒരുപാട് വാക്കുകൾ പറയാറുണ്ടല്ലോ, ഡോണ, വോണ, ഗോണ, ഐ എം ഗോണ ബി ലേറ്റ്, ആ സംഭവം അതൊക്കെ എന്താണ്? ഇൻഫോർമൽ യൂസേജ് ആണ്. അത് നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരിക്കലും അതിന് എന്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഫോർമൽ റൈറ്റിംഗിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ് ഇൻഫോർമൽ റൈറ്റിംഗ്. ഫോർമൽ റൈറ്റിംഗ്, അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന എസ്സേ പോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, പ്രൈസിയൊക്കെ ഇല്ലേ, അതിലൊന്നും ഈ സംഭവങ്ങൾ ഉപയോഗിക്കരുത്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല, അതിൻ്റെ ഇൻഫോർമൽ യൂസേജ് ആണ്. അതും ഇൻഫോർമൽ യൂസേജ് നമ്മൾ പറയില്ല, സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രം ഉപയോഗിക്കുന്ന സാധനം. ഇറ്റ്സ് നോട്ട് റിട്ടൺ, നെവർ എവർ റൈറ്റ് ഇറ്റ്, യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് കേട്ടോ. കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്ത് മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കും. ബിസിനസ് ഇംഗ്ലീഷിൽ ഒരിക്കലും നമ്മളിത് ഉപയോഗിക്കുകയില്ല, അങ്ങനെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ഐ ഗസ്? അപ്പം അതിൽ കൃത്യം തോന്നുന്നു. യാ, then veteran actress KPSC Lalita deceased 2 days ago. Yes. We can see slugfest during elections in Kerala. Yes, seems like Putin has a intractable nature and is not going to deflect from his dream of creating another USSR. Yeah, the decision to make a deflection in his career has brought palpable changes in his life. Yes, from the current situation, it is ostensibly evident that Mr. Putin's military operation fully attack capital Kyiv. Yes. America's deflection on supporting Ukraine issue is predictable. Who makes coalition with America? Their future will take them into deceased, and that's America's all-time policy. Okay, all right. Draconian behavior to be deceased relative made to her deceased. Okay, behavior to her deceased relative made her depressed. Okay, all right.
മൂവിങ് ഓൺ. അടുത്തത് കൺവിക്ഷൻ. അടുത്ത വാക്ക് കൺവിക്ഷൻ. കൺവിക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൺവിക്റ്റ് ചെയ്യപ്പെട്ടു. നിങ്ങളറിയാം കൺവിക്ഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർത്തോണേ, കോൺവിക്റ്റ് എന്നൊരു വാക്ക് നിങ്ങൾക്കറിയാം. കോൺവിക്റ്റ് അല്ലെ, കോൺവിക്റ്റ് എന്നൊരു വാക്ക് നിങ്ങൾക്കറിയാം. അതും നൗണാണ്. കോൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഹീ ഈസ് ദ കോൺവിക്റ്റ്, ക്രിമിനൽ അല്ല, അങ്ങേരാണ് ഇതിൻ്റെ തെറ്റ് ചെയ്ത ആള്. തെറ്റ് ചെയ്ത ആൾ നമ്മൾ എന്താ മലയാളത്തിൽ പറയുന്ന എനിക്ക് വാക്കും കിട്ടുന്നില്ല. കോൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. തെറ്റ് ചെയ്ത ആൾ നമ്മൾ കോൺവിക്റ്റ് എന്ന് വിളിക്കും. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് അല്ല. ക്രിമിനൽ അല്ലെ, ഹിസ് എ ക്രിമിനൽ, അങ്ങനെ പറയാൻ പറ്റില്ല. ഹിസ് ഗിൽറ്റി, ആ പേഴ്സൺ ഈസ് ഗിൽറ്റി ഓഫ് ദി ക്രൈം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളെ പറയും കോൺവിക്റ്റ് എന്ന്. അക്യൂസ് എന്ന് പറഞ്ഞാൽ അക്യൂസ് ചെയ്യപ്പെടുന്ന ആളല്ലേ. പക്ഷേ ക്രിമിനൽ എന്ന് പറഞ്ഞാലും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള വാക്കാണ് ക്രിമിനൽ. ഹിസ് ദി ക്രിമിനൽ എന്ന് നമുക്ക് പറയാം. അയാളാണ് ക്രിമിനൽ, ഹി ഒഫൻഡർ അങ്ങേരാണ് എന്ന് പറയില്ലേ, അത്. അപ്പൊ അതിന്റെ വാക്ക് സെന്റൻസ് ചെയ്യപ്പെടുക അല്ലെ, ട്രയൽ ചെയ്യപ്പെടുക, ജഡ്ജ് ചെയ്യപ്പെടുക. ജഡ്ജ്മെന്റിന് അതിനാണ് സെന്റൻസ്, ജഡ്ജ്മെന്റ്, ട്രയൽ, അതാണ് കൺവിക്ഷൻ ഒരു വാക്ക്. വേറൊരു കൺവിക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ബിലീഫ്. നമ്മുടെ കൺവിക്ഷൻ, ചിന്താഗതികൾ, നമ്മുടെ ഐഡിയോളജി, നമ്മുടെ ബിലീഫ്, വിശ്വാസങ്ങൾ, അതിനെ പറയും നമ്മൾ കൺവിക്ഷൻ എന്ന് പറയും. ഓക്കെ, യാ ബിലീഫ്, മൈ കൺവെൻഷൻസ്, എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ വിശ്വാസങ്ങൾ എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ് ഈസ് ഒപ്പീനിയൻ, യോർ വ്യൂ, അതിനെ ഇതാണ് കൺവിക്ഷൻ എന്ന് പറയും. രണ്ട് മീനിങ് ആണ്, രണ്ട് തരമാണ്. ഒന്ന് ഈ പറഞ്ഞ കാര്യം, സെന്റൻസ്, ജഡ്ജ്മെന്റ് ഒക്കെ. മറ്റേത് നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ ബിലീഫ്, നമ്മുടെ ചിന്താഗതികൾ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഫാൻസിഫുൾ. ഫാൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഫാൻസി എന്ന് പറയുമ്പോൾ തന്നെ ഇമാജിനേഷനിൽ പെടുന്ന സംഭവമാണ്. സോ ഫാൻസിഫുൾ എന്ന് പറഞ്ഞാൽ ഓർണേറ്റ്, ഒന്ന് ആഭരണങ്ങളൊക്കെ അടിഞ്ഞ അല്ലെ, ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനം, എന്താണ് ഓർണേറ്റ് എന്നർത്ഥം. ഓർണേറ്റ് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എന്നർത്ഥം. പിന്നെ ഇമാജിനേറ്റീവ്, ക്യൂരിയസ്. ഫാൻസിഫുൾ വളരെ ക്യൂരിയസ് ആയ സംഭവമാണ്. ആൻഡ് അൺറിയലിസ്റ്റിക് ആണ്. ഫാൻസിഫുൾ റിയലിസ്റ്റിക് ആയ സംഭവമല്ല, ഇറ്റ്സ് അൺറിയലിസ്റ്റിക് എന്നാണ് അർത്ഥം. ഫാൻസിഫുൾ അഡ്ജക്റ്റീവ് ആണ്. അടുത്താണ് ആർബിട്രറി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആർബിട്രറി മീൻസ് റാൻഡമായിട്ട്, റാൻഡം ചോയ്സ് ആണ്. കപ്രീഷ്യസ്, വിംസിക്കൽ. ആർബിട്രറിക്ക് വേറൊരു അർത്ഥം കൊണ്ടുണ്ട്, ടിറനിക്കൽ, ഡെസ്പോട്ടിക്. വളരെ വളരെ പെട്ടെന്ന് എടിപിടിന്ന് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന, ഡെസ്പോട്ടിക് ആയിട്ടുള്ള, അറഗന്റ് ആയിട്ടുള്ള, ടിറനിക്കൽ, മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ ആർബിട്രറി എന്ന് പറയാം. ഓക്കെ, ഇറ്റ് വാസ് ആർബിട്രറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതായത് ഒരു ഡിസോർഡർ ക്രിയേറ്റ് ചെയ്യുകയും കൂടി ചെയ്യും. അതാണ് ടിറനിക്കൽ, ഡെസ്പോട്ടിക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്താണ് ഈ ഡബക്കിൾ ഇന്നലത്തെയാണ്. ഞാൻ സ്പീഡിൽ ടൈപ്പ് ചെയ്തപ്പം ഇത് ഇലിമിനേറ്റ് ചെയ്യാൻ മറന്നുപോയി. ഡബക്കിൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാ, ഓർമ്മയുണ്ട്. ഡബക്കിൾ, ഫിയസ്കോ, ഫെയിലിയർ, കാറ്റസ്ട്രോഫി, ഡിസാസ്റ്റർ എന്നുള്ളത്. അത് ഞാൻ ഇന്ന് വിട്ടുപോയി, അറിയാതെ അത് റബ്ബ് ചെയ്യാൻ മറന്നുപോയി. സോറി കേട്ടോ, ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അടുത്തത് സീഷർ. ഇന്നത്തെ വാക്ക് സീഷർ. സീഷറിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് സീസ് ചെയ്യുക, നിങ്ങൾക്ക് അറിയില്ലേ, സീസ് ദ ഓപ്പർച്യൂണിറ്റി അല്ലെ. സീസ് നമ്മൾ നേരത്തെ പറഞ്ഞ സീസ് എൻഡ്. ഈ സീസിന്റെ അർത്ഥം എന്താ? ഇതൊരു വേർബാ, സീസ്. ക്യാപ്ചർ, ടേക്ക് ഹോൾഡ് ഓഫ് അല്ലെ. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, അത് ക്യാപ്ചർ. അല്ലെങ്കിൽ ടേക്ക് ഓവർ, ടേക്ക് ഹോൾഡ് ഓഫ് സംബഡി, ടേക്ക് ഓവർ, നോൺ ടേക്ക് ഓവർ, ക്യാപ്ചർ എന്നൊക്കെ സീഷറിന് ഒരു അർത്ഥമുണ്ട്. വേറൊരു അർത്ഥം ഏതാ? നമുക്ക് മെഡിക്കൽ ടേംസിൽ സീഷർ കേട്ടിട്ടില്ലേ? കൺവൾഷൻ, സ്പാസം, സീഷർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? രോഗിക്ക് ഒരു സീഷർ വന്നു, ആ സീഷർ മെഡിക്കൽ ടേംസിൽ. അപ്പോൾ രണ്ട് മീനിങ് ഉള്ളവരും ഒന്ന് ഓർത്തോണം. അത് കിട്ടുന്ന ഓപ്ഷൻ അനുസരിച്ച് ശ്രദ്ധിച്ചോണം. അടുത്താണ് റിക്കോഴ്സ്. റിക്കോഴ്സ് ഇസ് എ നൗൺ. റിക്കോഴ്സ് മീൻസ് ഓപ്ഷൻ, ഓൾട്ടർനേറ്റീവ് പോസിബിലിറ്റി എന്നാണ് റിക്കോഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഓക്കെ, അതെ. കോൺവിക്റ്റ്, കുറ്റവാളി. അത് തന്നെ, മലയാളം കിട്ടിയില്ല കേട്ടോ, സോ സോറി. അത് തന്നെ, കുറ്റവാളി, കോൺവിക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, സെന്റൻസ് എന്നൊക്കെ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് എന്താ നോക്കട്ടെ, എവിടെ വരെ എത്തി? Okay, our coalition of friends started a new business, but on its progress, we have to face draconian repercussions, which made us slugfish between us. Okay, all right. Yeah. அடுத்தது, the frantic slugfest among students was stopped when the draconian principle arrived there. Okay. Coalition between India and Sri Lanka results a good diplomatic relationship, which helped Sri Lanka for bolstering its financial stability. Yes. Many soldiers were dead during Indo-Pak war. Okay. The coalition between China and Russia poses a great difficulty which is ostensible to the world. Okay. UN has to take draconian measures in order to assure peace irrespective of which country involved in war. Yes. Albeit the conduction of numerous climate summits
and wars. The imminent war is apparently harsh treatment to the planet. Yes, it is. The draconian laws in a country ostensibly affect its ease of doing business to a large degree. Yes. After completion of a long trial, the Honorable Court convicted accused for 3 years of imprisonment. Yes. Coalition between India and UAE to reduce tariffs will ostensibly help in boosting the exports and imports. Yes. You have little penchant to appear ornate. ആ ലിറ്റിൽ പെൻഷൻറ്റ് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് തന്നെ അർത്ഥം. യു ഹാവ് നോ പെൻഷൻ ടു അപ്പിയർ ഓൺ ഇറ്റ്. കേട്ടോ, അങ്ങനെയാണേ. പിന്നെ fanciful students always raise arbitrary questions in the class which make the teacher confused. Okay. His conviction about the viability of the project impressed the officer and thereby selected him for its execution. Okay. I'm going to allow anyone to seizure. I'm not going to allow anyone to seizure my convictions for any sake. Okay, great. Draconian behavior is ostensibly damaged. Is ostensibly പറയില്ല. എങ്ങനെ കൊടുക്കും പാർവതി? അത് പാസീവ് ഫോം അല്ലല്ലോ. Draconian behavior ostensibly damaged his future. ഈസ് അവിടെ വേണ്ട കേട്ടോ. കോൺവിക്റ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് കോൺവിക്റ്റ്. നമ്മൾ എന്താ പറയാ, ഒബ്ജക്റ്റ് എന്നുള്ള വാക്കില്ലേ, അതിനെ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അബ്ജക്റ്റ് എന്നാണ് വയ്ക്കുക. അബ്ജക്റ്റ്. അപ്പോൾ നൗൺ ആയിട്ട് വരുമ്പോൾ കോൺവിക്റ്റ്. അപ്പോൾ അയാൾ കൺവിക്റ്റ് ചെയ്യപ്പെടുക. വെർബുണ്ട് കൺവിക്റ്റ് ചെയ്യപ്പെടുക, സെന്റൻസ് ചെയ്യപ്പെടുക, ട്രയൽ ചെയ്യുക. ഇറ്റ്സ് കൺവിക്റ്റ്. വെർബ് കൺവിക്റ്റ്, നൗണ് കോൺവിക്റ്റ്. മനസ്സിലായോ? ക്ലിയർ? നീതു ക്ലിയർ ആണോ? നോക്കണേ. അപ്പോൾ വേർബ് ആണെങ്കിൽ കൺവിക്റ്റ്, ഹി കൺവിക്റ്റ് ചെയ്യപ്പെട്ടു. നൗണ് കൊണ്ട് വേർബ് കൊണ്ട് കൺവിക്റ്റ് കേട്ടോ. ഇറ്റ്സ് കൺവിക്റ്റ്. പക്ഷേ ആളെ പറ്റിയാണ് പറയുന്നത്. നൗൺ ആണെങ്കിൽ ഇറ്റ്സ് കോൺവിക്റ്റ്. യാ, that's it. The final judgment for Nirbhaya case is to hang the culprit as at Tiha jail. Yes. Her fanciful room seizures the attention to everyone who enters it. Seizure is not a noun. Sorry, seizure is not a verb. Seizure verb alla. കേട്ടോ. seizures the room എന്ന് പറയില്ല കേട്ടോ. seize the room കേട്ടോ. seizes the room. seizes the attention. Her fanciful room seizes the attention. Seizures അല്ല, ബിൻസി seizes. കാരണം seize ആണ് verb, seizure noun ആണ് കേട്ടോ. അത് നോക്കണേ. Russian military decided to seize the military areas of Ukraine in order to easily defeat them. അപ്പോൾ ഈസിലി വേണ്ട അവിടെ. ആദ്യത്തെ ഈസിലി കട്ട് ചെയ്താരതി. Russian military decided to seize the military areas of Ukraine in order to defeat them easily. രണ്ട് ഈസിലി വന്നേക്കുന്നുണ്ടോ? അപ്പൊ ടൂവിന് മുമ്പുള്ള ഇൻഫിനിറ്റീവിന് മുമ്പുള്ള ഈസിലി അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് കറക്റ്റായി. The lack of evidence had the real convict from imprisonment. Yes. Putin's wrong convictions on Ukraine's entry to NATO is a reason for the present situation. Okay. The accused was sentenced for lifetime imprisonment by the court. Yes. The bank issues bid for the seizure of the property. Yes. Moving on to our article. ഇന്നത്തെ ആർട്ടിക്കിൾ പിടിച്ചോ, റഷ്യാസ് നാറ്റോ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, റഷ്യാസ് നാറ്റോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ സിനോണിം ഒക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പിട്ട, എല്ലാവരും മനസ്സിലാക്കി ഒരു തംസപ്പിട്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ. ആകെ 18 പേര്. സോ അൺഹാപ്പി ടുഡേ. ഇന്നൊരു സന്തോഷമില്ലല്ലോ ആർക്കും. എന്താ ഒരു സന്തോഷമില്ലാത്തേ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചില്ലേ, പുതിയ ഒരുപാട് വേർഡ്സ് പഠിച്ചില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ. ആൻഡ് നമ്മുടെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ഇതാണ്, റഷ്യാസ് നാറ്റോ പ്രോബ്ലം. Putin seems unwillingly to engage diplomatically to address Russian security concerns. അപ്പോൾ റഷ്യയുടെ സെക്യൂരിറ്റി കൺസേൺസിനെ അഡ്രസ് ചെയ്യാൻ, ഡിപ്ലോമാറ്റിക് ആയിട്ട് എൻഗേജ് ചെയ്യാൻ പുടിൻ സമ്മതിക്കുന്നില്ല. ഞാൻ സമ്മതിക്കില്ല, ഇല്ലടാ, വരില്ല എന്നുള്ള മട്ടിൽ പിടിവാശി പിടിക്കുകയാണ്. പിടിവാദം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. നോ വേ, ഇല്ല, സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ്, കടുംപിടുത്തമാണ് നമ്മുടെ പുടിൻ. അതാണ് ഇവിടെ പറയുന്നത്. റഷ്യയുടെ നാറ്റോ പ്രോബ്ലത്തെ പറ്റി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ. യാ. Youth migrated from Kerala because of the denied number of recourses in better wage employment sector. Yes. Draconian rules are followed by Arab countries to punish the convicts. Yes. Seizure of Chernobyl nuclear power station is a big backdrop. ഒറ്റ വാക്കാണ്. Backdrop ഒറ്റ വാക്ക് കേട്ടോ ഹരി. On the Ukraine military operation, and they should take resource areas for overcome what? For overcome അല്ല, for overcoming
For overcoming that, കേട്ടോ. Your arbitrary behavior sounds fanciful instance. Okay. As he had no other recourse, Rohan decided to trade off his convictions. Okay. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് നമുക്ക് വേണ്ട അല്ലേ? എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ? ലൈഫിൽ വേറെ എന്താ വേണ്ടേ? ഹാപ്പി ആയിട്ടിരിക്കുന്നത് അല്ലേ? ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക. മാത്യു, ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ഫ്രം ഓൾ ഓഫ് യു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റഷ്യസ് NATO problem. Putin seems unwillingly to engage diplomatically to address Russian security concerns. നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ പുടിൻ എന്താണ് ഈ പിടിവള്ളി പിടിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കലി ഇതിലൊന്ന് എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും നയതന്ത്രപരമായിട്ട് അല്ലെ, ഡിപ്ലോമസി നയതന്ത്രം, സോ ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായിട്ട് അഡ്രസ് ചെയ്യുക റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളതിന് ഒന്ന് നിന്ന് തരുമോ പുടിൻ? തരുന്നില്ല. അതാണ് ഈ പ്രശ്നം. ലെറ്റ്സ് സീ വാട്ട് ഇസ് റഷ്യസ് justify ചെയ്യാൻ പറ്റില്ലാത്ത incursion into Ukraine following weeks of military troop build-up on the shared border has drastically raised tensions in the region, with broader ripple effects across the world, particularly for NATO countries and others with strategic connections to the two nations. Reports said that several Ukrainian cities, capital including Kyiv, came under attack on Thursday morning, even as the UN Security Council held an emergency meeting to stop the invasion. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ നാറ്റോ കൺട്രീസ് ഉണ്ടല്ലോ, നാറ്റോ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമാണ് ഈ പറയുന്ന രണ്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം. അവർക്ക് വലിയൊരു പ്രശ്നമാണ്. കാര്യം ഈ രണ്ട് കൺട്രീസുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ ഇവർക്ക്, മറ്റു കൺട്രീസിന്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ റഷ്യയുടെ ഈ ഒരു ഇതുണ്ടല്ലോ, അറ്റാക്ക് ഉണ്ടല്ലോ, ഇറ്റ് ഇസ് അൺജസ്റ്റിഫയബിൾ. നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇൻഡിഫെൻസിബിൾ ആണ്, ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, ബിക്കോസ് അത് അങ്ങനെ ഒരു ന്യായമായ ഒരു ഇൻകർഷൻ അല്ലായിരുന്നു ഈ ഫോളോയിങ് വീക്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഉക്രൈനിലോട്ടുള്ള റഷ്യൻ മിലിറ്ററി ട്രൂപ്പിന്റെ ഇടിച്ചു കയറ്റം അല്ലേ, അത് ആ വലിയൊരു പ്രശ്നം, അത് വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ ഏരിയയിൽ. നമുക്ക് കുറച്ച് നാളെ നമ്മൾ ഭയങ്കരമായിട്ട് അല്ലെ, ഉക്രൈനിലുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ഉക്രൈനിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, പഠിക്കാൻ പോയ കുട്ടികളുണ്ട്, നമ്മുടെ മെഡിസിനൊക്കെ പഠിക്കാൻ പോയ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഫ്ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും അത് വലിയ പ്രശ്നമാണ്. അയ്യോ, അവരൊക്കെ അവിടെ നിൽക്കുന്നത് എന്താ അവസ്ഥ അല്ലെ, നമ്മളിവിടെ സുഖിച്ചിരിക്കുമ്പോൾ ദേ ആർ നോട്ട് സേഫ് എനിമോർ എന്നൊരവസ്ഥ നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്. സോ ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ടെൻഷൻ അക്രോസ് ദ വേൾഡ് എന്നാണ് പറയുന്നത് അല്ലേ. ഒരു റിപ്പിൾ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നിന് പിന്നെ അടുത്തതും കൂടെ വരികയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എന്താ, കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ, നമ്മുടെ ഷേക്സ്പിയർ പറയുന്ന പോലെ വെൻ എ പ്രോബ്ലം കംസ് ഇറ്റ് കംസ് ലൈക്ക് എ ബറ്റാലിയൻ, ഒരു ബറ്റാലിയൻ ആയിട്ട് വരിക എന്ന് പറയുന്നത്. സോ നമ്മൾ ഷേക്സ്പിയർ പറഞ്ഞു വാക്കാം, കൂട്ടത്തോടെ വരുന്നു, അതാണ് കൂട്ടത്തോടെ വരും, ഒന്നിടവിട്ടോട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഈ പറയുന്ന നാറ്റോ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും കൂടുതൽ പറയുമ്പോൾ നാറ്റോ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളമാണ് പ്രോബ്ലം വരുന്നത്. കാരണം രണ്ട് കൺട്രീസുമായിട്ട്, ഉക്രൈനുമായിട്ടും റഷ്യയുമായിട്ടും ഇവർക്ക് കണക്ഷൻ ഉണ്ടല്ലോ. സോ അത് വല്ലാണ്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഇവരുടെ കണക്ഷൻസിനെ ബാധിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് ഒരുപാട് ഉക്രൈനിയൻ സിറ്റീസ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ, നമ്മുടെ ഉക്രൈനിലെ കീവിൽ വരെ അറ്റാക്ക് എത്തിയിട്ടുണ്ട് തേഴ്സ്ഡേ മോർണിംഗിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, കീവ് വരെ അറ്റാക്ക് ചെയ്യപ്പെട്ടു തേഴ്സ്ഡേ മോർണിംഗിൽ. അതായത് നമ്മുടെ ക്യാപിറ്റലിനെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനം ഇളകിയില്ലേ, തലസ്ഥാനം നഗരം കിടുങ്ങി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് റിയലി എ സെക്യൂരിറ്റി കൺസേൺ. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ കഴിഞ്ഞ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ UN ഇടപെടാതിരിക്കാൻ പറ്റും. യുണൈറ്റഡ് നേഷൻസ് അതിനുവേണ്ടിയിട്ടാണല്ലോ സെക്യൂരിറ്റി കൗൺസിൽ പോലെയുള്ള ഏജൻസി, ഓർഗനൈസേഷൻ, UN വിങ് അല്ലേ ഓരോന്ന്, യുനെസ്കോ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഉണ്ട്, യൂണിസെഫ്. അപ്പോൾ നമുക്കറിയാം UN ഓരോ വിങ്സും വെച്ചേക്കുന്ന എന്തിനാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുക, പീസ് ആൻഡ് സെക്യൂരിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ, ഹാർമണി കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഒരു എമർജൻസി മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം എന്നിട്ട് പറഞ്ഞു, ഇത് ഈ ഇൻവേഷൻ ഇങ്ങനെ പോയി ശരിയാവില്ല, വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്, നോ മോർ ഇൻവേഷൻ എന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദിസ്. US President Joe Biden and NATO and the European Commission relationship vowed to impose severe sanctions on Russia. This round of sanctions will overlay prior economic penalties imposed on Russian entities and individuals close to the political leadership, and they are expected to include cutting off top Russian banks from financial system, halting technology exports, and directly targeting the Russian president. Moscow can hardly be surprised at this backlash, for it has shown little sympathy toward the idea of engaging diplomatically on Ukraine question to address Russian. പറഞ്ഞത് എന്താ വെച്ചാൽ US പ്രസിഡന്റ് ജോ ബൈഡൻ, അതുപോലെ തന്നെ നാറ്റോയും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ ലീഡർഷിപ്പും പ്രോമിസ് ചെയ്തു, അവർ അഷ്വർ ചെയ്തു, നമ്മൾ സിവിയർ
ഇവിടെ സാങ്ഷൻസ് പറഞ്ഞ അതോറിറ്റി അല്ല കേട്ടോ, ഇവിടെ അതോറിറ്റി അല്ല കേട്ടോ. നമ്മൾ സാങ്ഷൻ്റെ കഴിഞ്ഞ ദിവസം മീനിങ് പഠിച്ചപ്പോൾ ഒരു മീനിങ് നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. സാങ്ഷന് വേറൊരു മീനിങ് ഉണ്ട്, പെനൽറ്റീസ് അല്ലെ, പണിഷ്മെന്റ്സ്, പെനൽറ്റീസ് അല്ലെങ്കിൽ പണിഷ്മെന്റ്സ് റഷ്യക്ക് നേരെ പോകും എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ ബൈഡൻ, US പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു, അതുപോലെ നാറ്റോയും അതുപോലെ യൂറോപ്യൻ കമ്മീഷനും കൂടെ ഇവർ പറഞ്ഞതനുസരിച്ച് നല്ല സിവിയർ പണിഷ്മെന്റ് റഷ്യക്ക് നേരെ പോകും. കാര്യം UN ഏറ്റവും പവർഫുൾ ആൾക്കാരാണല്ലോ ഇവർ, UN സെക്യൂരിറ്റി കൗൺസിലിന്റെ. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് എന്ന് വെച്ചാൽ ഈ റൗണ്ട് ഒരുപാട് ഒന്നല്ല അത് കൂടുതൽ പെനൽറ്റീസ് വരും, ഓവർലേ ചെയ്യും. അപ്പോൾ അവരുടെ നേരത്തെ അവർക്കൊരു ഇക്കണോമിക് പെനൽറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഓവർലേ ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. റഷ്യൻ എൻറ്റിറ്റീസിനും ഇൻഡിവിജ്വൽസിനും ക്ലോസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വരാൻ പോകുന്നത്. അപ്പം എന്തൊക്കെ അതിൽ വരും, മേ ബി കട്ടിങ് ഓഫ് അല്ലേ, അവർ പെട്ടെന്ന് റഷ്യൻ ബാങ്ക് സ്റ്റോപ്പ് ചെയ്യും, റഷ്യൻ ബാങ്കിൽ നിന്ന് അവരെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം മൊത്തത്തിൽ അവർ ഡിസ്റപ്റ്റഡ് ആവും, അങ്ങനെ ഒരു കാര്യത്തിലോട്ട് വരാം. അതുപോലെ ഹോൾട്ടിങ് ടെക്നോളജി എക്സ്പോർട്ട് ഹോൾട്ട് ചെയ്ത് കളയും. ഹോൾട്ട് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലേ, സ്റ്റോപ്പ് ചെയ്യുക, അത് വീണ്ടും ഹോൾട്ട് ചെയ്യും. അതുപോലെ തന്നെ മേ ബി അത് ഡയറക്റ്റ് ആയിട്ട് റഷ്യൻ പ്രസിഡന്റ് നമ്മുടെ വ്ളാഡിമിർ പുടിനെ വരെ ടാർഗറ്റ് ചെയ്യുന്നവയാണ് എന്നാണ് പറയുന്നത്. സോ ഇത്ര വരെ എത്തിയിട്ടുണ്ട്, കാര്യം ഇത്തിരി ഗുരുതരമായിട്ടുണ്ട്. മോസ്കോയെ സംബന്ധിച്ച് മോസ്കോ നമ്മുടെ ക്യാപിറ്റൽ റഷ്യയുടെ അല്ലെ, മോസ്കോ ക്യാൻ ഹാർഡ്ലി ബി സർപ്രൈസ്. ഇതിന് ഈ ബാക്ക്ലാഷ് ഇങ്ങനെ ഒരു റിപ്പർക്കഷൻ വരുമ്പോൾ, ഇങ്ങനൊരു ഔട്ട്കം വരുമ്പോൾ അല്ലെ, ഇങ്ങനെ ഒരു റിപ്പർക്കഷൻ ഈ കാര്യത്തിൽ വരുമ്പോൾ മോസ്കോ സർപ്രൈസ് ഹാർഡ്ലി സർപ്രൈസ്, അതായത് നെഗറ്റീവാ, സർപ്രൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സർപ്രൈസ് ഒന്നും വരില്ല. ബിക്കോസ് ദേ ഹാവ് ബിൻ ഷോൺ എനി സിമ്പതി. ലിറ്റിൽ സിമ്പതി മീൻസ് നോ സിമ്പതി, ഒട്ടും സിമ്പതി ആക്കിയില്ല അവർ. ഡിപ്ലോമാറ്റിക്കലി എൻഗേജ് ചെയ്യാം ഉക്രൈൻ്റെ കാര്യത്തിൽ, ഉക്രൈൻ്റെ ക്വസ്റ്റനിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് എൻഗേജ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവരൊട്ടും സിമ്പതി കാണിച്ചില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു റിപ്പർക്കഷൻ, ഇങ്ങനെ ഒരു അനന്തരഫലം വരുമ്പോൾ അല്ലെ, ഒരു ഔട്ട്കം വരുമ്പോൾ അതിന് അവര് സർപ്രൈസ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ടു അഡ്രസ് റഷ്യൻ സെക്യൂരിറ്റി കൺസേൺസ്. അപ്പോൾ റഷ്യയുടെ സെക്യൂരിറ്റി കൺസേൺസ് നിങ്ങൾ വരുമ്പോൾ ഇതിനെ നിങ്ങൾ ഇടപെടേണ്ട കാര്യം, സർപ്രൈസ് ആവേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. Ever since Russia began massing troops on the Ukraine border, the US, NATO and Europe have sought to press for diplomatic solutions. This includes direct US-Russia negotiations and French President Macron's meeting with Mr. Putin. അപ്പോൾ ഇന്നൊന്നും തുടങ്ങിയ പരിപാടിയല്ല, എന്ന് ഇവർ തുടങ്ങിയോ, എന്നാണോ നമ്മുടെ പുടിൻ റഷ്യയിൽ കയറി ഇൻവേഷന് വേണ്ടിയിട്ട് അമാസ് ചെയ്ത് തുടങ്ങിയത്, അക്യുമുലേറ്റ് ചെയ്ത് ട്രൂപ്പുകളെ ഇങ്ങനെ കൂട്ടി റഷ്യൻ ഉക്രൈൻ ബോർഡറിൽ എത്തിയോ, അന്ന് മുതൽ US-ഉം നാറ്റോയും യൂറോപ്പും അതുപോലെ നാറ്റോയും US-ഉം പറയുന്നുണ്ട്, വേണ്ട ഈ പരിപാടി നിൽക്കേണ്ട, നമുക്ക് ഡിപ്ലോമാറ്റിക് ചർച്ചകളിലോട്ട് പോകാം, പയ്യെ പോയാൽ മതി, വാറിലോട്ടൊന്നും പോകണ്ട, വഴക്ക് വേണ്ട, വക്കാണം വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡിപ്ലോമാറ്റിക് സൊല്യൂഷനിലോട്ട് നമുക്ക് പോകാം എന്നവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കഴിഞ്ഞ ദിവസമല്ല, US-റഷ്യ നെഗോസിയേഷൻസിനെ പറ്റി അത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണ് മീറ്റ് ചെയ്തിരുന്നു പുടിനെ. അപ്പോൾ അതൊക്കെ നടന്നതാ, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്നിട്ട് എന്തായി കാര്യം? Let's see next paragraph. അടുത്ത പാരഗ്രാഫ് പറയുന്നു, while the sense of frustration in Western capitals over Mr. Putin's intractability and aggression are palpable, and the use of severe sanctions stemming from that is a strategic inevitability, it is unlikely that the prospect of escalating violence and a devastating toll on human life and property in പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മുടെ വളരെ ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വെസ്റ്റേൺ ക്യാപിറ്റൽസിൽ. ബിക്കോസ് ഓഫ് ഇത് പുടിന്റെ ഇൻട്രാക്റ്റബിലിറ്റി കാരണം എല്ലായിടത്തും മൊത്തത്തിലൊരു ഫ്രസ്ട്രേറ്റഡ് ആണ്, എല്ലാവരും വളരെ ഇറിറ്റേറ്റഡ് ആണ്, വളരെ ദേഷ്യപ്പെട്ട് വളരെ ആംഗ്രി ആയിട്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് പുടിന്റെ ഇൻട്രാക്റ്റബിലിറ്റി, ഇയാളുടെ സ്റ്റബേൺനെസ് നമുക്ക് പിടിവാശി നമുക്ക് പറ്റുന്നില്ല. അത് ആർക്കും അഡമൻസും സ്റ്റബേൺനെസ്, ഇയാളുടെ ഈ സ്വഭാവവും അഗ്രഷനും വളരെ എവിഡൻ്റ് ആണ്. ഇറ്റ്സ് സോ നോട്ടിസിബിൾ, വളരെ എവിഡൻ്റ് ആണ്, നോട്ടിസിബിൾ ആയിട്ടിരിക്കുമ്പോൾ സിവിയർ സാങ്ഷൻസ് സിസ്റ്റമിങ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റും, പണിഷ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റും. സിവിയർ പണിഷ്മെന്റ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളത് ഇന്നെവിറ്റബിലിറ്റി ആണ്, അൺഅവോയ്ഡബിൾ ആണ് അല്ലേ. അത് നമുക്ക് എന്തായാലും കൊടുക്കും, നെസസിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവരെ ഒന്ന് അടക്കണ്ടേ, ഒന്ന് അടങ്ങ് അല്ലേ. ഇറ്റ്സ് എ നെസസിറ്റി റൈറ്റ് നൗ, അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ വേറെ കാര്യം എന്തുകൊണ്ടാ? ഇറ്റ്സ് എ പ്രോസ്പെക്ട് ഓഫ് എസ്കലേറ്റിംഗ്, കൂടുവാണ്, ഇൻക്രീസിങ് വയലൻസിന്റെ ഹൈക്കാണ്. ഇറ്റ്സ് എന്താ പറയുക, സർജിങ്. എസ്കലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസിംഗ് എന്നല്ല പറഞ്ഞത്, സർജിങ്, ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്. വയലൻസ് അവിടെ വല്ലാണ്ട് കൂടുന്നു, ഡെത്ത് ടോൾ കൂടുന്നു. ഡെത്ത് ടോൾ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചു, നമ്മൾ പാൻഡമിക് വരുമ്പോൾ ഡെത്ത് ടോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, മരണം, ഹ്യൂമൻ ലൈഫിനുള്ള ഇത് കൂടുവാണ്. പ്രോപ്പർട്ടി മാത്രമാണോ? ഒരു വോർ അല്ലെങ്കിൽ ഒരു വഴക്ക് വന്ന, ഒരു രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു വഴക്ക് വന്ന ആദ്യമേ നടക്കാൻ പോകുന്നത് എന്താ?
മിലിറ്ററി അറ്റാക്ക് വന്നാൽ നടക്കാവുന്ന ഹ്യൂമൻ ലൈഫ്, ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അല്ലെ, രണ്ടും ഉണ്ട്. ഇൻ ഉക്രൈൻ ക്യാൻ ബി റൂൾഡ് ഔട്ട് അൺടിൽ പുടിൻസ് ബോർഡർ ക്വസ്റ്റൻസ് ആർ ഓൺ നാറ്റോ ആർ ആൻസേർഡ്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റുമോ? യു കെ നോട്ട് എക്സ്ക്ലൂഡ് ദ പോസിബിലിറ്റി. നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റില്ല പോസിബിലിറ്റി ഓഫ് ഇത് ഹ്യൂമൻ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി പോകുന്ന പരിപാടി എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. It must be answered. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. At the heart of this fears is the prospect of Ukraine joining NATO and NATO troops potentially stationed at the border with Russia. NATO's historical record of its penchant for expansion has likely fueled such insecurities. After the dissolution of the former Soviet Union, the Eastern European military alliance NATO and Russia in 1997 signed the Founding Act on Mutual Relations, Cooperation and Security. Disregarding the spirit of this agreement, NATO quietly underwent 5 rounds of പണ്ട് നമുക്കറിയാം USSR-ന്റെ ഇതല്ലേ ഫസ്റ്റ് നമുക്കറിയാം USSR എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അറിയാം. പഴയ ആ കാലഘട്ടത്തിൽ വീണ്ടും ബാക്ക് ടു സീറോ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു പേടിയാണ് ഇവിടെ എല്ലാവരുടെയും. ബിക്കോസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ഹിസ് ഫിയേഴ്സ് എന്താണ് നമ്മുടെ പ്രശ്നം? പേടി എന്താ വെച്ചാൽ ഉക്രൈൻ നാറ്റോ ജോയിൻ ചെയ്യുമ്പോൾ ആൻഡ് നാറ്റോസ് പൊട്ടൻഷ്യലി സ്റ്റേഷൻ ദ ബോർഡർ വിത്ത് റഷ്യ, നാറ്റോന്റെ ട്രൂപ്പ് റഷ്യയുമായിട്ട് ബോർഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നാറ്റോയുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നമുക്ക് നന്നായിട്ട് അറിയാം. അതൊരു നാറ്റോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നാറ്റോയ്ക്ക് എന്താണ് വളരെ ഒരു പ്രത്യേക ഇഷ്ടമാണ്, ഫോൺനെസ് ആണ്. എന്തിനോടാണ്? എക്സ്പാൻഷനോട്. ഇവിടെ പോരാ, നമുക്ക് ഇവിടെ നിന്നാൽ പോരാ, നമുക്ക് വികസിക്കണം, അല്ലേ? നമ്മൾ വികസിച്ച് അങ്ങ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം, ലോകം മുഴുവൻ നമ്മൾ സ്പ്രെഡ് ചെയ്യണം. സോ ദേ ഹാവ് പെൻഷൻഡ് ലൈക്നെസ് ടുവേർഡ്സ് നാറ്റോയ്ക്ക് ഒരു എക്സ്പാൻഷനോട് അതിയായ ഒരു ഇഷ്ടമാണ്. ഓക്കെ, ആൻഡ് അതൊരുപാട് ഇൻസെക്യൂരിറ്റിക്ക് ഫ്യൂൽ ചെയ്യും പറ്റും. ഫ്യൂൽ ചെയ്യാന്ന് പറഞ്ഞാൽ കാരണം റിസൾട്ട് ചെയ്യാം, അതിന് റിസൾട്ടഡ് സച്ച് ഇൻസെക്യൂരിറ്റീസ്. അപ്പോൾ ഈ ഡെസൊല്യൂഷന് ശേഷം, ഇപ്പോൾ ഡെസൊല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെസൊല്യൂഷന് ശേഷം ഈ ഓഫ് ദ ഫോർമൽ ഇത് അങ്ങേരുടെ എൻഡിന് ശേഷം, ഡെസൊല്യൂഷന് ശേഷം, എൻഡിന് ശേഷം നമ്മൾ പറയാണ് ഈ ഈസ്റ്റേൺ യൂറോപ്യൻ മിലിറ്ററി അലയൻസ് ആയ നാറ്റോ ആൻഡ് റഷ്യ 1997 സൈൻ ചെയ്തു, ഒരു ഫൗണ്ടിങ് ആക്ട് സൈൻ ചെയ്തു. ആ ഫൗണ്ടിങ് ആക്ടിൽ സൈൻ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മ്യൂച്വൽ റിലേഷൻസ് വേണം, കോപ്പറേഷൻ വേണം, സെക്യൂരിറ്റി, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ അഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ റഷ്യ 1997 സൈൻ ചെയ്ത ഒരു ഫൗണ്ടിങ് ആക്ട് ആണ് നാറ്റോയായിട്ട്, അല്ലേ? അത് അപ്പോൾ ഈ സ്പിരിറ്റ്, ഈ പറഞ്ഞ എഗ്രിമെന്റിന്റെ സ്പിരിറ്റ് അതൊന്നും അവർക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. നാറ്റോ ക്വൈറ്റ്ലി അണ്ടർവെന്റ് 5 റൗണ്ട്സ് ഓഫ് എൻലാർജ്മെന്റ് ഡ്യൂറിംഗ് 1990s. ഈ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞില്ല, 1997 സൈൻ ചെയ്ത് കഴിഞ്ഞില്ല, 1990s ആയപ്പോഴേക്കും 5 റൗണ്ട് ഓഫ് എൻലാർജ്മെന്റ്, എക്സ്പാൻഷൻ തുടങ്ങി അവർ. പുള്ളിങ് ഫ്രോം ഫോമർ സോവിയറ്റ് യൂണിയൻ കൺട്രീസ് ഇൻ ടു ഇറ്റ്സ് ഓർബിറ്റ്. പഴയ സോവിയറ്റ് യൂണിയനിലുള്ള കൺട്രീസിനൊക്കെ ഓർബിറ്റിലോട്ട് വിളിച്ച് ആ ഓർബിറ്റിലോട്ട് കൊണ്ടുവന്നു. കോർപ്പറേറ്റ് എക്സ്ചേഞ്ചസ്, കമ്മ്യൂണിക്കേഷൻ ഹോട്ട്ലൈൻസ് ആൻഡ് കോൾഡ് വാർ fail-safes such as arms control verification has fallen by the wayside even more since Russia's annexation of Crimea in 2014. It may be the case that owing to Mr. Putin's failure to develop Russia into an economic powerhouse that naturally attracted neighboring countries and international capital to its partly explains Moscow's deflection of attention to strategic questions relating to NATO's and Russia's territorial integrity. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കോൾഡ് വാർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതല്ലേ? ഈ ഒരു കോൾഡ് വാർ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നടക്കുന്നത് വെച്ചാൽ അതിനുശേഷം 1990s ശേഷം വീണ്ടും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് 2014 ആയപ്പോഴേക്കും 2014 ഒന്നിപ്പിക്കും ക്രിമിയയുടെ അനക്സേഷൻ, റഷ്യ ക്രിമിയ അനക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ റഷ്യയിലെ പ്രസിഡന്റ് പുടിൻ്റെ ഒരു താല്പര്യമാണ് റഷ്യ ഇനിയും ഡെവലപ്പ് ചെയ്യണം, നമുക്ക് ഇക്കണോമിക് പവർ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്യമം, അല്ലേ? അതൊരു നാച്ചുറലി അട്രാക്റ്റഡ് ആണ്. നെയ്ബറിംഗ് കൺട്രീസിനെ കാണുമ്പോൾ ഒരു നാച്ചുറൽ പ്രൊക്ലൈവിറ്റിയാണ്, ഇഷ്ടമാണ്. അവർ തൊട്ടടുത്ത കൺട്രീസ്, നാഷണൽ ക്യാപിറ്റൽ, അവരെയൊക്കെ കൂടെ നമ്മൾ പയ്യെ കൊണ്ടുവരിക. അങ്ങനെ അവിടെയാണ് മോസ്കോയുടെ ഡിഫ്ലക്ഷൻ നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അങ്ങനെ. അപ്പോൾ അത് ഒരു സ്ട്രാറ്റജിക് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു ഓഫ് റിലേറ്റിംഗ് ടു നാറ്റോ ആൻഡ് റഷ്യസ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി. എന്താണ് അവരുടെ ഇൻറ്റഗ്രിറ്റി, അവരുടെ ഒരു ഹാർമോണി അതിൽ എന്തോരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്, സീരീസ് ഓഫ് ഇവൻസിനെ അനലൈസ് ചെയ്യുമ്പോഴാണ്. ബട്ട് unless Western nations give assurance to Mr. Putin that NATO will not seek to relentlessly expand its footprint eastwards, Moscow will have little incentive to return to negotiating table. But Russia and Mr. Putin must realize that war is not the means to peace and security. പറഞ്ഞു വരുന്നതാണ്,
വെസ്റ്റേൺ നേഷൻസ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നേ, അതാണ് നമുക്ക് വേണ്ടത്. വെസ്റ്റേൺ നേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അൺലെസ് ദേ ഗിവ് അഷുറൻസസ്, പ്രോമിസസ്. അപ്പോൾ നിങ്ങൾ പുടിന് കേട്ടോ പ്രോമിസസ് കൊടുത്തില്ലെങ്കിൽ ഇതൊരു കണ്ടീഷണൽ ഫ്രേസ് ആണ്. പക്ഷേ അൺലെസ്, ഇഫ് നോട്ട്, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ, അഷുറൻസ് കൊടുത്തില്ലെങ്കിൽ, ആർക്ക്? പുടിന് അഷുറൻസ് കൊടുക്കുന്നില്ല ദാറ്റ് നാറ്റോ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും റിലൻലെസ്ലി കണ്ടിന്യൂസ്ലി, അതായത് ഈഗറായിട്ട് നിർത്തുന്നില്ല, എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല എന്ന് കൊടുക്കണം. വിൽ നോട്ട് സീക്ക്, ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നില്ല, എൻലെസ്ലി അല്ലെ, റെലൻലെസ്ലി എന്ന് പറഞ്ഞാൽ എൻലെസ്ലി എക്സ്പാൻഡ് ചെയ്ത് പോകുന്നില്ല, ഈസ്റ്റ് വേർഡിലോട്ട് പോകുന്നില്ല എന്ന ഒരു അഷുറൻസ് കൊടുക്കുന്നില്ലെങ്കിൽ കേട്ടോ. ഇപ്പൊ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ, ഞങ്ങൾ പോകുന്നില്ല എന്നുള്ള ഒരു അഷുറൻസ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇവര് വീണ്ടും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, പുടിന്റെ പ്രശ്നം പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അവിടെ മോസ്കോയ്ക്ക് ഒട്ടും സപ്പോർട്ട് ഉണ്ടാവില്ല. നോ ഇൻസെന്റീവ്, ദാറ്റ് മീൻസ് നോ സപ്പോർട്ട്. They'll have little incentive means no incentive to return to negotiating table. പിന്നെ ഒരു നെഗോഷിയേഷൻ അവിടെ there will not be room for negotiation. അവിടെ ഒരിക്കലും ഇനിയൊരു നെഗോഷിയേഷന് റൂം ഉണ്ടാവില്ല. ബട്ട് റഷ്യയും പുടിനും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പീസ് ആൻഡ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും വാറിന് സാധിക്കില്ല. വയലൻസ് ആൻഡ് വാർ will not be the means to peace and security. It is not a way to peace and security എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് ഇസ് എൻ അനാലിറ്റിക്കൽ, വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഓൾസോ വളരെ ക്രിട്ടിക്കലായ ഒരു ആർട്ടിക്കിളുമാണിത് അല്ലേ. ഐ ഗെസ് ദാറ്റ് ഈസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇട്ടല്ലോ. ഇന്ന് നേരത്തെ ആർട്ടിക്കിളായി. കാര്യം നമുക്ക് കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു. ബിക്കോസ് മാത്രമല്ല, നിങ്ങൾ ആരും സെന്റൻസും ഫ്രെയിം ചെയ്തില്ല. ഇന്ന് സെന്റൻസ് വളരെ വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ ഇട്ടത്. കൊള്ളാം. അതെ, ഉക്രൈനിലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് നല്ലത്, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരുപാട് പേര് പോകുന്നുണ്ടല്ലേ. ഓക്കെ ഹരി, അത് നന്നായി. നമ്മുടെ ഇവിടെ ഉള്ളവർ സേഫാണ് എന്ന് വെച്ചാൽ സേഫാണ്, പക്ഷെ ഇവർക്ക് അവിടെ നിന്നിട്ടേ ഈ ടെൻഷൻ, നമ്മളിപ്പോൾ ഒന്ന് ആലോചിക്കേ, ഇപ്പം വേണമെങ്കിൽ വീടാമെന്നൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പതാ നമ്മളോട് വാർണിംഗ് തന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഫ്ലൈറ്റ് നോക്കിയിട്ട് ഫ്ലൈറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. അതാണ് ഈ പ്രശ്നം. എക്സാമിന്റെ ടെൻഷനാണോ സിമി? എക്സാമിന്റെ ടെൻഷൻ വരുമ്പോൾ സിമി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉക്രൈനിലൊക്കെ ഉള്ളവരുടെ അവസ്ഥ ഇപ്പോൾ ആലോചിക്കുക. അവർ വോറിന്റെ നടുക്കാണ് ജീവിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് സമാധാനത്തിലാണ്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉക്രൈനിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ സിമിക്ക് മനസ്സിലാവും, ഇനി എനിക്ക് കിടന്നുറങ്ങാം കേട്ടോ. ഓക്കെ, യെസ് അത് തന്നെ, ടെൻഷൻ അടിച്ചാലും എക്സെപ്റ്റ് ദ ലൈഫ് ആസ് ഇറ്റ് ഇസ്. അതെ കിഷോറെ, കറക്റ്റ്. ക്ലിയർ ആണല്ലോ. അതെ, അങ്ങനെ റഷ്യ പഴയ USSR ആവുമോ എന്ന് നമുക്കൊരു ഇതുണ്ട്. ഇപ്പോൾ അതിലേറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ അത് ഒരു വാർണിംഗ് ആയിട്ട് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. നമ്മളെ ബാക്ക് ടു സീറോയിലോട്ട്, നമ്മൾ എവിടെയാണോ തുടങ്ങി അവിടേക്ക് നമ്മൾ വീണ്ടും എത്തിയോ എന്നൊരു ചോദ്യത്തിലാണ് ഇത് അവസാനിപ്പിച്ചത്. ഇറ്റ്സ് ക്രിട്ടിക്കൽ, വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ അല്ലേ. അപ്പോൾ വാറിനെ പറ്റിയോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെ പറ്റി, ലൈഫ് കോൺഫ്ലിക്റ്റിനെ പറ്റി, വയലൻസിനെ പറ്റിയൊക്കെ ആർട്ടിക്കിൾ ഒരു ഫിലോസഫിക്കൽ ടേം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് വിൽ ഗിവ് യു എ പോയിന്റ്. ഓക്കെ, സോ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. ലെറ്റ്സ് മൂവ് ടു ദ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ. ഇന്നലത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ, ദർ vote pulling capacities based in the strength of the organization built by M.G. Ramchandran and Jayalalitha. Okay, പറയൂ പിള്ളേരെ, പറയൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേഗം എൻഡ് ചെയ്യാം എന്നിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ലൈവിലുള്ളവരെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്, മറക്കണ്ട. ഓക്കെ, പറഞ്ഞു, ആൻസർ പറഞ്ഞു. Their vote pulling capacity is based in the strength of the organization built by M.G. Ramchandran and Jayalalitha. പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബിൽറ്റ് മാറ്റി ബിൽഡാക്കിയ പ്രശ്നമാണോ? ബിൽറ്റ് പ്രശ്നമാണ്. കാരണം അറിയോ, ഓർഗനൈസേഷൻ ബിൽറ്റ് ബൈ
ഓർഗനൈസേഷൻ ബിൽറ്റ് ബൈ. ഓർഗനൈസേഷൻ ബിൽറ്റ് ബൈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബിൽറ്റ് എന്താണെന്നറിയോ? ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന നമ്മളതിന്റെ പാസ്റ്റ് ഫോമില, അത് നേരത്തെ ബിൽറ്റ് ചെയ്യപ്പെട്ടതാ. സ്ട്രെങ്ത് ഓഫ് ദ ഓർഗനൈസേഷൻ ബിൽറ്റ് ബൈ. ആര് ബിൽറ്റ് ചെയ്തു? രാമചന്ദ്രനും ജലജയൊക്കെ കൂടി ബിൽഡ് ചെയ്യപ്പെട്ടത്. പാസ്റ്റ് ടെൻസ്. സോ ദാറ്റ് ഈസ് ബിൽഡ് തന്നെയാണ്. യു കനോട്ട് യൂസ് V1 അവിടെ V1 അല്ല. അവര് പണ്ട് ബിൽഡ് ചെയ്തതാണ് ഇപ്പം നമ്മുടെ ബേസ് എന്നാ പറയുന്നത്. ദർ വോട്ടിംഗ് പുള്ളിംഗ് കപ്പാസിറ്റി ഈസ് ബേസ്ഡ്. എന്തിൽ ബേസ് ചെയ്തേക്കുക? ബേസ്ഡ് ഇൻ നമ്മൾ പറയോ? ഒരിക്കലും നമ്മൾ ബേസ്ഡ് ഇന്ന് പറയില്ല, ബേസ്ഡ് ഓൺ ആണ്. സോ ദ ആൻസർ ഇസ് ബേസ്ഡ് ഓൺ അല്ലേ? ബേസ്ഡ് ഓൺ ആണ്. വി വിൽ നെവർ സേ ബേസ്ഡ് ഇൻ. അതാണ് അവിടുത്തെ തെറ്റ് കേട്ടോ, അല്ലാതെ ബിൽഡ് അല്ല കേട്ടോ. ക്ലിയർ? ആൻഡ് വാസ് ബേസ്ഡ് പറയില്ല കേട്ടോ, വാസ് ബേസ്ഡ് പറയില്ല. അതിലെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. വേറെ ടെൻസ് മാറ്റേണ്ട ഒരു ടൈം എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. ആകെപ്പാടൊരു കാര്യമുള്ളൂ, ഈ ഇപ്പോഴത്തെ ബേസ് നമുക്ക് ഇപ്പോൾ ഉള്ള വോട്ട് പുള്ളിംഗ് കപ്പാസിറ്റി. ഇന്നലെ പറഞ്ഞില്ലേ സ്റ്റാലിൻ്റെ ഒക്കെ എന്താ ADMKന്റെ ഞാൻ പറഞ്ഞത്, അവരുടെ വോട്ട് പുള്ളി ചെയ്യാനുള്ള കപ്പാസിറ്റി എവിടെ നിന്ന് കിട്ടിയതാ? പണ്ട് രാമചന്ദ്രനും ജയലളിതയ്ക്ക് കൊടുത്ത ഒരുപാട് അവരുടെ എഫക്റ്റിന്റെ ഭാഗമായിട്ട് അവരൊക്കെ ചെയ്ത ഒരുപാട് അവരുടെയൊക്കെ നല്ല പ്രവർത്തികൾ കൊണ്ട് ഉള്ള കിട്ടിയ വിശ്വാസമാണ്, ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങളുടെ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ബേസ്ഡ് ഓൺ നിങ്ങൾക്ക് അറിയായിരിക്കും, ബേസ്ഡിന്റെ കൂടെ ഓണേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഓർത്തു വെച്ചണം, ബേസ്ഡ് ഓൺ, ബാങ്ക് ഓൺ സംതിങ്, റിലൈ ഓൺ, ഡിപ്പെൻഡ് ഓൺ. ഫിക്സഡ് പ്രിപ്പോസിഷനാ. ബാങ്ക് ഓൺ, റിലൈ ഓൺ, ഡിപ്പെൻഡ് ഓൺ. കേട്ടോ? സോറി, ഡിപ്പെൻഡ് ഓൺ ആണ് പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഡിപ്പെൻഡ് ഓൺ ഫിക്സഡ് പ്രിപ്പോസിഷൻസ് ആണ്. ഓക്കെ, ഇൻ ദ ഓൺ ദ അത് തന്നെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇൻ ദ ഓൺ ദ മാത്രമാണ്. Let's move to today's spot direct question. The PMLA had been enacted in 2002 in line with India's global commitment to combat money laundering, particularly related to crimes involving drugs and narcotics. The PMLA had been enacted in 2002 in line with India's global commitment to combat money laundering, particularly related to crimes involving drugs and narcotics. ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സിന് വേണ്ടിയിട്ട് ഉള്ള ക്രൈംസിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ മണി ലോണ്ടറിംഗ് ഒക്കെ ഉള്ള ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിൽ വേണ്ടിയിട്ട് ഫൈൻഡ് ചെയ്ത ഒരു ഇനാക്ട് ചെയ്തൊരു ഇതാണ് PMLA എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നവാബ് മാലിക്കിനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞത്. നമ്മുടെ മഹാരാഷ്ട്രയുടെ മിനിസ്റ്റർ അല്ലേ, പുള്ളിക്കാരൻ്റെ നമ്മൾ പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ആ ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. എവിടെയോ ഒരു പ്രശ്നമില്ലേ, ഒരു വശപേശകില്ലേ നോക്കിയിട്ട് എനിക്ക് ആൻസർ തന്നെ കോമന്റ് സെക്ഷൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഗിവ് മീ ദി ആൻസേഴ്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. സോ ESICയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട് നമുക്ക്. 399 ആണ് റേറ്റ്. കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. കേരള PSC ആണ് 20 ടോട്ടൽ ടെസ്റ്റ് ആണ്, 22 ടോട്ടൽ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ESICക്ക്. അപ്പോൾ വേണ്ടവർ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, മേടിക്കുക. ഓക്കെ, കോഡ് മറക്കണ്ട, Y314 ഇട്ടാൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. കേറ്ററ്റിന്റെ ഇ-ബുക്കും അവൈലബിൾ ആണ്, അതും മറക്കണ്ട കേട്ടോ. അതും ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇൻക്ലൂഡ് ആണ്. പെഡഗോഗി, ഇംഗ്ലീഷ്, സയൻസ്, മലയാളം, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ് എല്ലാം. മൂവിങ് ടു എൻഡ്. താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പോൾ ഇത് വളരെ സന്തോഷം, നിങ്ങളെല്ലാവരും വന്ന് നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെന്റ്, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇനിയും കേരള PSC ഷോർട്ട് സെലക്ഷൻ, KPSC ഷോർട്ട് സെലക്ഷൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. റെക്കോർഡ് വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, സ്റ്റേ സേഫ്. അതുപോലെ തന്നെ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ്, സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. ഐ ഓൾവേസ് ഗിവ് യു എ റിപ്ലൈ. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരിലോട്ടേക്ക് എത്തിക്കുക, മറ്റേ ആസ്പിറൻസിലോട്ട് എത്തട്ടെ. നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റീസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരിലോട്ടും എത്തിക്കാം. ഓക്കെ, സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം. അതുപോലെ Attendant ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈസി യൂസ് ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി ആൻഡ് എൻജോയ് ദ ഡേ. കാണാം വീണ്ടും. ഇന്ന് മാരത്തൺ ഉണ്ട് കേട്ടോ. വീണ്ടും ഇന്ന് മാരത്തണിൽ കാണാം. എന്നിട്ട് നാളെ രാവിലെ 9 മണിക്ക് എഡിറ്റോറിയലിന്റെ വൊക്കാബ് ക്വിസുമായിട്ട്, വീക്ക്ലി ക്വിസുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് നമ്മുടെ മാരത്തൺ HCയുടെ മാരത്തണിൽ കാണാം എല്ലാവർക്കും. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് at 1. ബൈ. ടേക്ക് കെയർ.